ഹായ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെറിഡോഫൈറ്റയുടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു. അതാണ് ഫേർഡ് അല്ലെ. ടെറിഡോഫൈറ്റയുടെ ഒരു ഗ്രൂപ്പാണ് ഫേർഡ്. അതിനെ കുറിച്ച് പഠിച്ചു. നിങ്ങൾ പഠിക്കാൻ വന്ന് നോക്കൂ. ടെറിഡോഫൈറ്റ മറ്റു ഗ്രൂപ്പാണ്. ടെറിഡോഫൈറ്റ രണ്ടാമത്തെ വേണുകളെന്നും ഹോഴ്സ് ടെയിലുകളും. അത് രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം. അതിന്റെ പേരാണ് എന്ത്? ഹോഴ്സ് ടെയിൽസ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സെലാജിനല്ലേ, അതുപോലെ ഇക്വിസിറ്റ. ഓക്കെ, സെലാജിനല്ല ഹെട്രോസ്പോറസ് ആണ്, ഇക്വിസിറ്റം ഹോമോസ്പോറസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ആരായിരുന്നു? നമ്മൾ പഠിച്ച നെപ്രോലിമ്പസ് എന്ന ചെടിക്കകത്ത് ഒരു തരം സ്പോറേ ഉള്ളൂ അല്ലേ. സൊറാഞ്ച പൊട്ടി ഒരു സ്പോർ വരുന്നു, അത് ജെർമിനേറ്റ് ചെയ്യുന്നു, അതിൽ നിന്നും ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. അങ്ങനെ പഠിച്ചല്ലോ. അപ്പോൾ അത് ഹോമോസ്പോറസ് ആണ്, ഹെട്രോസ്പോറസ് ആണ്? It is homosporous, but here we study about an organism that is heterosporous. സെലാജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. That is heterospore in nature. It has two types of spores. Okay, ഇനി എന്തിനായിരുന്നു ഇങ്ങനെ ഈ ഹോഴ്സ് ടെയിലുകൾ എന്ന് വിളിക്കുന്ന അറിയാമോ? അത് ഒരു ചെറിയ കാരണം കൊണ്ടാണ്. കാരണം ഈ സെലാജിന ചെടിയുടെ പടം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത് ഒരു പാറപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ, ഇത് പാറപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വളരുമ്പോൾ കറക്റ്റ് ഇതിങ്ങനെ താഴെ ഇങ്ങനെ പോയി ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പുറത്തെ കൊള്ളാണത് ഇത് കണ്ടു കണ്ട. ഇതൊരു കുതിരയുടെ വാൽ പോലെ തോന്നാം. കുതിരയുടെ വാൽ എങ്ങനെയാണ്? കുതിരയുടെ മുൻഭാഗം കുതിരയുടെ വാൽ. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ അപ്പിയർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പേര് വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ റീസൺ വ്യക്തമായിട്ട് അറിയില്ല, അതായിരിക്കാം. ഓക്കെ, എന്നാലും ശരി. ഹോഴ്സ് ടെയിൽസ്. സോ എക്സാമാണ് സെലാജിനല്ല. ഈ സെലാജിനെ ഇപ്പൊ വരച്ചു. നിങ്ങൾ പാറപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അതിന് ഞാൻ ഇൻസൈറ്റ് പടം ഇടുന്നുണ്ട്. ആ ചെടിയതാണ്. ഇത് ഹെട്രോസ്പോറി ആണെന്ന് ഇപ്പൊ പറഞ്ഞു. ഇറ്റ് ഈസ് ഹെറ്ററോസ്പോറസ് ഇൻ നേച്ചർ. ഹെട്രോസ്പോറസ് ആണ് ഞാൻ പറഞ്ഞത്. ഹെട്രോസ്പോറസ് എന്ന് പറഞ്ഞാൽ രണ്ടേറെ സ്പോറാണ്. അതിന് മുമ്പ് ഞാൻ ഇത് സാധനം ഇരിക്കുകയാണ്. ഇതിന്റെ റൂട്ടുണ്ട്, പിന്നെ സപ്പോർട്ട് ചെയ്തില്ല റൂട്ടുണ്ട് കേട്ടോ. അത് പഠിക്കാനില്ല, എൻട്രൻസ് ആണ് ചോദിക്കത്തുള്ളൂ. ആ സപ്പോർട്ട് എന്ന പേരിന്റെ പേര് റൈസോഫോറ എന്നാണ്. റൈസോഫോർ, റൈസോ എന്ന് വെച്ചാൽ മണ്ണ്, ഫോർ എന്ന് വെച്ചാൽ തണ്ടതാണ്. അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വേരുകൾ വിളിക്കുകയാണ്. ഇപ്പൊ ആൽമരത്തിനെ കൊണ്ടല്ല, അതുപോലെ ഒരു വേരുകളുണ്ട്, അതിനാണ് റൈസോഫോർ. എൻട്രൻസ് കൊണ്ട് പഠിച്ചാൽ. അപ്പൊ ഇതിന് ഇങ്ങനെ ഇലകളൊക്കെ ഉണ്ട്. മറ്റേതായിട്ട് ഇങ്ങനെ സ്ട്രക്ചർ കാണാം. അത് കോണം വിളിക്കും. അപ്പൊ ഇതിന് ഇലകൾ ഇങ്ങനെ കാണാം. ഈ അറ്റത്തായിട്ട് ഒരു പ്രത്യേക സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചറിന്റെ പേരാണ് കോൺ അഥവാ സ്ട്രോബുലസ്. ഇറ്റ്സ് കോൾഡ് കോൺ ഓർ സ്ട്രോബുലസ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഭാഗം ഞാനിങ്ങനെ മാറ്റി വരയ്ക്കാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഞാൻ വായിക്കാണ്. ഇത്ര ഭാഗം ഞാൻ ഇങ്ങോട്ട് എല്ലാവരുടെയും പുറത്തേക്ക് എടുക്കണം. ഇത് നേരെ തണ്ടൂന്ന് കിടക്കുകയാണല്ലോ, ഞാൻ നേരെ മുകളിലേക്ക് വരയ്ക്കാൻ പറ്റും. മുകളിലായിട്ട് സാധനം കാണും. ഇതാണ് കോൺ അഥവാ സ്ട്രോബെറീസ്. എന്താണ്? ലീഫാണ്. ഈ ലീഫ് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് രണ്ടര ഇലകൾ കാണും. നിങ്ങൾ പടത്തിൽ കാണാൻ നേട്ടേക്കുന്ന കണ്ടല്ല, രണ്ടര ഇലകൾ കാണും. അതായത് വലിയ ഇലകൾ കാണും. ഇത്ര ഭാഗം മാറ്റി വരച്ചാൽ ചുറ്റിലേക്ക് ചെറിയ ഇലകൾ ഇങ്ങനെ അറ്റത്തട്ടി ചെറിയ ഇലകൾ. അപ്പൊ വലിയ ഇലകളെ നമ്മൾ മാക്രോഫിൽ എന്നും ചെറിയ ഇലകളെ മൈക്രോഫിൽ എന്നും വിളിക്കും. മാക്രോഫിൽ എന്നും മൈക്രോഫിൽ എന്നും. മനസ്സിലായില്ല? സിമ്പിൾ അല്ലേ? ഇപ്പൊ എത്ര പോയിന്റ് ഞാൻ പറഞ്ഞു? ഹോഴ്സ് ടെയിൽസ്, they are a group of Pteridophyta and example is Selaginella and Equiseta. Selaginella is heterosporous in nature. It is usually found in the damp, humid, wet area, maybe attached on rock, surface, etc. Its supporting root is called rhizophore. Entrance point ആണ്. അത് അതിന്റെ സ്റ്റെം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് ഓരോ അറ്റത്തായിട്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണും. അതിന്റെ പേരാണ് കോൺ അഥവാ സ്ട്രോബെറീസ്. ഇറ്റ്സ് എ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഓർക്കണം, വാട്ട് ഈസ് കോൺ അഥവാ സ്ട്രോബെറീസ്? ഇറ്റ് ഈസ് എ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ചെമ്പരത്തിക്ക് പൂവെന്ന പോലെ, പയറിന് പൂവെന്ന പോലെ, ചെടികൾക്ക് പൂവെന്ന പോലെ ഉണ്ടാകുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പേരാണ് കോൺ അഥവാ സ്ട്രോബെറീസ്. പിന്നെ സ്റ്റെം പരിശോധിച്ചാൽ രണ്ടര ഇലകൾ കാണും. വലിയ ഇലകളും കാണും, ചെറിയ ഇലകൾ കാണും. വലിയ ഇല വിളിക്കുന്ന പേരാണ് മാക്രോഫിൽ, ചെറിയ ഇല വിളിക്കുന്നതാണ് മൈക്രോഫിൽ.
സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ തണ്ട് നേരത്തെ വരച്ചൊന്ന് മാറ്റി വരയ്ക്കുകയാണ് ഞാൻ. ഇതാണ് കോൺ അഥവാ സ്ട്രോബിലസ്. രണ്ടര ഇലകളുണ്ട്, മാക്രോഫിലും മൈക്രോഫിലും. ഇപ്പൊ പറഞ്ഞത് ഞാൻ ഈ കോണിനെ വലുതായിട്ട് മാറ്റി വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് എടുക്കുവാണ്. ടു ബി ലൈക്ക് ദിസ്. ഈ കോണിനെടുത്ത് കീറുകയാണ്. ഇതിനെ കോണിനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇങ്ങനെ കീറി അതിനകത്ത് എന്താ നോക്കിയാൽ നടുക്കായിട്ട് തണ്ടിങ്ങനെയാണ് ആക്സസ്. അതിനകത്തുനിന്ന് ഇങ്ങനെയുള്ള സ്ട്രക്ചർ പോകണം. ഇൻസൈറ്റ് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇടുന്നുണ്ട്. ഇത് കോണിനകത്തുള്ള ഇലകളാണ് ഇലകള് സ്പോറോഫിൽസ് എന്നാണ് വിളിക്കുന്നത്. സ്പോറോഫിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്താ സ്പോറോഫിൽ എന്ന്. റീപ്രൊഡക്റ്റീവ് ലീവ്സ് ആർ കാൾഡ് സ്പോറോഫിൽസ്. ഇത് സാധാ ഇല, ഇത് റീപ്രൊഡക്റ്റീവ് ലീഫ്. അതുകൊണ്ട് അതിനെ സ്പോറോഫിൽ ഇങ്ങനെ കാണാണ്. ഇതിനകത്തെല്ലാം തന്നെ എന്താണ് സ്പൊറാഞ്ചിയൻസ് ഉണ്ട്. ഈച്ച് സ്പോറോഫിൽ കണ്ടെയ്ൻ സ്പൊറാഞ്ചിയം. ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോരോ അറകൾ കാണും. അതിനുള്ളിൽ പേരാണ് സ്പൊറാഞ്ചിയം. സ്പോറോഫില്ലാത്തതുണ്ട്, സ്പൊറാഞ്ചിയം ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ എവിടെയാണ് നമ്മൾ നെപ്രോലിപ്പസ് പഠിച്ച പോലെ ഈ സ്പൊറാഞ്ചിയത്തിലാണ് സ്പോറുകൾ, സ്പോർസ്. സ്പോർട്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയാം എന്താണ് ഞാൻ വായിച്ച പോലെ പ്രത്യേകത, ചിലതിനകത്ത് വലിയ സ്പോർ കഴിച്ച് ചിലതിനകത്ത് ചെറിയ ചെറിയ കുത്തുകളായിട്ടുള്ള അല്ലെ. ശരിക്കും രണ്ടുതരം സ്പോർ കാണുന്നത് ഹെറ്ററോസ്പോറി. വലിയ സ്പോറിനെ ഞാൻ വിളിക്കുകയാണ് മെഗാസ്പോർസ്. മെഗാസ്പോർ അത് ഫീമെയിൽ സ്ട്രക്ചർ, ഫീമെയിൽ സ്പോർ ആയിരിക്കും. ഈ ചെറിയ സ്പോറിനെ വിളിക്കുകയാണ് മൈക്രോസ്പോർ. അത് മെയിൽ സ്പോർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സ്പോറിലേക്ക് നാളെ വിളിക്കാം മെഗാസ്പൊറാഞ്ചിയ. ഓക്കെ, അപ്പൊ മെഗാസ്പോറിലേക്ക് നാളെ മെഗാസ്പൊറാഞ്ചിയ. അങ്ങനെയാണെങ്കിൽ അത് ഇരിക്കുന്ന ഈ ലീഫിനെ വിളിക്കാം മെഗാസ്പോറോഫിൽ എന്ന് വിളിച്ചൂടെ. മെഗാസ്പോറോഫിൽ. അപ്പൊ മെഗാസ്പൊറാഞ്ചിയം, മെഗാസ്പോർ, മെഗാസ്പൊറാഞ്ചിയം, മെഗാസ്പോറോഫിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് വിളിക്കാം മൈക്രോസ്പോറിക്കുന്ന ഇയാളെ മൈക്രോസ്പൊറാഞ്ചിയം. And the leaf is called microsporophyll. Simple. So what is a cone of Strobilus? It is a collection of megasporophylls and microsporophylls. Megasporophyll contains megasporangium with megaspore. Similarly, microsporophyll contains microsporangium with microspores. So this is a cone of a Strobilus. What is the cone of a Pteridophyta? It is a collection of microsporophyll and megasporophyll. Megasporophyll contains megasporangium with megaspores and it is female spore. Microsporophyll contains microsporangium with microspore. It is a male spore. അപ്പൊ സലാജിനല്ല എന്തുകൊണ്ടാണ് ഹെട്രോസ്പോറസ് ആണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഇതാണ് കാരണം. ഇനി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എങ്ങനെ റീപ്രൊഡക്ഷൻ ആയിരിക്കും? ഇത് പൊട്ടും. ഈ സ്പൊറാഞ്ചിയം പൊട്ടിയിട്ട് ആര് പുറത്തിയാടും? മെഗാസ്പോർ പുറത്തിയാടും, മൈക്രോസ്പോർ പുറത്തിയാടും. ഇത് കാറ്റത്ത് ഇങ്ങനെ പറന്ന് എവിടെയെങ്കിലും ഒക്കെ വന്ന് വീണാൽ ഒരു മെഗാസ്പോർ കാറ്റത്ത് പൊട്ടി ഇവിടെ വന്ന് വീണാൽ സംഗതിച്ചു ദിസ് ഈസ് ദ മെഗാസ്പോർ. അല്പം കഴിയുമ്പോൾ അതിൽ നിന്നും കുറച്ച് റൈസോൾസ് ഒക്കെ പുറത്തേക്ക് വന്ന് അതിനകത്ത് എന്തുണ്ടാവും പറയുമ്പോൾ ഒരു ആർക്കിഗോണിയുണ്ട്. ആർക്കിഗോണിക്ക് എന്തുണ്ടായിരിക്കും? എങ്കിരിപ്പുണ്ട്. ഇതെന്താണ് ആർക്കിഗോണി? കണ്ടോ? ഇത് മെഗാസ്പോർ ആണ്. മെഗാസ്പോർ ജെർമിനേറ്റ് ചെയ്തു, മണ്ണിൽ വീണ് ജെർമിനേറ്റ് ചെയ്തു. ജെർമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ എന്തുണ്ടായി? ഒരു ആർക്കിഗോണി ഉണ്ട്, അതിനകത്ത് എന്തിരിപ്പുണ്ട്? എങ്കിരിപ്പുണ്ട്. ഒരു കാര്യം ഓർക്കണം, ഈ ചെടി എന്താണ്? ഈ പ്ലാന്റ് ഡിപ്ലോയിഡ് ആണ്. നമ്മൾ പഠിച്ചു ഓൺ Pteridophytes are sporophytic in nature അല്ലേ. പക്ഷേ സ്പോർ എങ്ങനെയായിരിക്കും അറിയാം? ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം ഈ സ്പോർ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് എന്ത് നടന്നിരിക്കും? റിഡക്ഷൻ ഡിവിഷൻ നടന്നിരിക്കും. എവിടെയാണ്?
just before the spore formation, there will be a reduction division, so that the spores will be haploid in nature. The megaspores and microspore will be haploid. Okay. അപ്പൊ ഈ സ്പോർ ആരാണ്? ഹാപ്ലോയിഡ് ആണ്. പക്ഷെ ചെടി ആരാണ്? ഡിപ്ലോയിഡ് ആണ്. എന്തുകൊണ്ടാണ്? സ്പോർ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സെൽ, അതിന്റെ പേര് സ്പോർ മദർ സെൽ എന്നാണ്. ആ സ്പോർ മദർ സെൽ അത് എന്ത് ഡിവിഷൻ നടക്കും? റിഡക്ഷൻ ഡിവിഷൻ നടക്കും. അപ്പൊ സ്പോർ എന്തായി മാറും? ഹാപ്ലോയിഡ് ആയി മാറും. അപ്പൊ ഇതിൽ പറന്നു പോകുന്ന സ്പോറുകളെല്ലാം ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? ഹാപ്ലോയിഡ് ആണ്. അതുപോലെ ഒരു മൈക്രോസ്പോർ വന്ന് വീഴുക. ഒരു മൈക്രോസ്പോർ മണ്ണിൽ വന്നു, ചെറിയ സ്പോർ ആണേ. അതിനകത്ത് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആന്തരികം ഉണ്ടാവും. ആന്തരികം, ഇതിന്റെ പേരാണ് ആന്തരികം. സ്വാഭാവികമായിട്ടും ഇതും എന്നാണ്? മൈക്രോസ്പോർ കാണാമല്ലോ. ആന്തരികം എന്ത് പുറത്തേക്ക് വരും? ആന്തറോസോയിഡ്. അത് വെള്ളത്തിൽ നീതിയില്ലാത്തൊന്ന് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? രണ്ടുകൂടെ ചേർന്ന് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഫ്യൂനല്ലേ, അത് ജെർമിനേറ്റ് ചെയ്ത് ചെടിയായി മാറും. കണ്ടോ? ലൈഫ് സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ. ഒന്നുകൂടെ പറയുന്നു. When a megaspore fall on suitable substratum, it will develop an archegonium with egg. Egg is haploid. When microspore fall on suitable substratum, it will develop an antherium which produce antherozoids, male gamete. They combine to fuse zygote, and zygote is diploid to directly develop into next plant. So life cycle continue. Simple അല്ലേ? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ. വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിന്റെ ലൈഫ് ചാർട്ടൊക്കെ ഞാൻ, ഈ ലൈഫ് സൈക്കിളൊക്കെ ഞാൻ ഇൻസൈറ്റ് ഇട്ട് തരുന്നുണ്ട്. അതുപോലെ വരച്ച് പഠിക്കണം. ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇത് നല്ല ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയാണ്. നമ്മുടെ എൻട്രൻസിലുള്ള പഠനമായതുകൊണ്ട് ഒരു കാര്യവും വിട്ടുകളാലും പഠിച്ചു. ഓക്കെ, വായിക്കാം. വീണ്ടും പറയണം? വേണ്ട, പലവണ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം. നോക്കൂ, നേരത്തെ മെഗാസ്പോർ വന്ന് വീഴുന്നു പറഞ്ഞു. അതിനകത്ത് ആർക്കിഗോണിയം ഉണ്ടാവും, അതിൽ എഗ് ഉണ്ടാവും എന്ന് പറഞ്ഞു. മൈക്രോസ്പോർ വന്ന് വീഴുമെന്ന് പറഞ്ഞു. അതിനകത്ത് ആന്തരികം ഉണ്ടാവും, അതിൽ നിന്നും ആന്ത്രോസോയിഡ് ഉണ്ടാവും എന്നും പറഞ്ഞു. ഈ ആന്ത്രോസോയിഡ് നീന്തി എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ ഈ സൈഗോട്ട് എവിടെ ഇരിക്കുന്നത്? സൈഗോട്ട് എവിടെ ഇരിക്കുന്നത്? ഈ പ്ലാന്റ് ഡിപ്ലോയിഡ് ആണ്, ഈ സ്പോറോഫൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സ്പോർ എന്താണ്? എന്നല്ലേ? സോ വി ക്യാൻ കാൾ ദിസ് ഈസ് ഗാമെറ്റോഫൈറ്റ്. എന്നല്ലേ? അപ്പൊ ഇത് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റും ഇത് മെയിൽ ഗാമെറ്റോഫൈറ്റും ആണ് അല്ലേ? ശരിയല്ലേ? ഹാപ്ലോയിഡ് സ്പോർ ആയിട്ടുള്ള മൈക്രോസ്പോർ മെയിൽ ഗാമെറ്റോഫൈറ്റും ഹാപ്ലോയിഡ് സ്പോർ ആയിട്ടുള്ള മെഗാസ്പോർ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റും. സംശയമില്ലല്ലോ? ഇപ്പൊ സൈഗോട്ട് അവിടെ ഇരിക്കുന്നു, ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിനകത്തല്ലേ? ആണല്ലോ. ഈ സൈഗോട്ട് അവിടെ നിന്ന് എന്താന്ന് പറയുമ്പോ ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻടു എ ടിഷ്യൂ കാൾഡ് എംബ്രിയോ. ഇതൊരു എംബ്രിയോ ആയിട്ട് മാറും. ഇപ്പൊ എന്റെ ചോദ്യം, ഈ ചെടിക്കകത്ത് സൈഗോട്ട് ഡെവലപ്പ് ഇൻടു എൻ എംബ്രിയോ ആണല്ലോ, ആൻഡ് എംബ്രിയോ ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഇറ്റ്സെൽഫ്. നോർത്ത് നോക്കി, ആൽക്കകത്താണെങ്കിൽ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റും വെള്ളത്തിലേക്ക് നീന്തി ഒന്ന് ഫ്യൂസ് ചെയ്യുമ്പോൾ സൈഗോട്ട് അവിടെ കിടക്കുന്ന വെള്ളത്തിൽ മാത്രമല്ല, സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നില്ല. പ്രയോഫൈറ്റിക്കകത്തും സൈഗോട്ട് എംബ്രിയോ ആയി മാറത്തില്ല. പക്ഷെ ടെറിഡോഫൈറ്റിക്കകത്ത് എന്തുണ്ടാകുന്നത്? സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നുണ്ട്. അത് പ്രത്യേകതയാണ്. അപ്പോ ആദ്യമായിട്ട് എംബ്രിയോ ഉണ്ടാകുന്ന എവിടെയാണ്? ടെറിഡോഫൈറ്റിലാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന വരി പ്രത്യേകം പഠിച്ചോണം, ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അതായത് the female zygote is developing into an embryo and embryo is situated in the female gametophyte itself, and this is called the seed habit of Pteridophyta. ഇത് സീരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സീഡ് ഹാബിറ്റ് ഓഫ് Pteridophyta. അതായത് ആൻജിയോസ്പോമിലും ജിംനോസ്പോമിലും വരുന്ന സീഡ് ഉണ്ടാകുന്നത്. ഇതിനകത്ത് സീഡ് ഉണ്ടോ? ഇല്ല. എന്നാൽ സീഡ് ഉണ്ടാകുന്നതിന്റെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. കാരണം ആൻജിയോസ്പോമിലൊക്കെ സീഡ് ഉണ്ടാകുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനകത്ത് തന്നെ എംബ്രിയോ ഇരുന്നുകൊണ്ട് തന്നെയാണ്. ആൺപൂവും പെൺപൂവും ഉണ്ടെങ്കിലും സീഡ് ഉണ്ടാകുന്ന പെൺപൂവിലല്ലേ? അപ്പൊ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണല്ലോ. അതേ സ്വഭാവം ഇവിടെയും കാണിക്കുകയാണ്. അപ്പൊ അതിന്റെ തുടക്കമായിട്ടാണ് സയൻസിനെ കാണുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കാൻ വരുന്നതാണ് സീഡ് ഹാബിറ്റ് ഓഫ് Pteridophyta. സോ വാട്ട് ഇസ് ദ സീഡ് ഹാബിറ്റ് ഓഫ് Pteridophyta? ഒറ്റ വരി കാണാൻ പഠിച്ചാൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സൈഗോട്ട് ഡെവലപ്പ് ഇൻടു ആൻ എംബ്രിയോ ആൻഡ് എംബ്രിയോ സിറ്റുവേറ്റഡ് വിത്തിൻ ദ
ഫീമെയിൽ ഗാമറ്റ് ഓഫ് ഇറ്റ്സെൽഫ് ഈസ് കാൾഡ് സീഡ് ഗാമറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്. ഇത് കാണാതെ വിളിച്ചുകൊണ്ട് കാണും. ഇത് സ്ഥിരം പരീക്ഷയ്ക്ക് വയ്ക്കുന്നൊരു കാര്യമാണ്. കേട്ടല്ലോ, എഴുതി കാണിക്കുന്നുണ്ട്, എഴുതിയെടുത്തു. ഇതാണ് എന്റെ കഥ. മനസ്സിലായിട്ടുണ്ടല്ലോ. എംബ്രിയാണ് പിന്നെ എന്തായി മാറുന്നത്? പ്ലാന്റായി മാറും. എംബ്രിയോ ആകുമ്പോൾ 2N ആയി, സൈബർ ആകുമ്പോൾ 2N ആയി. പക്ഷെ എഗ് എന്നാണ്, ആന്ത്രോസോഡ് എന്നാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത പോലെ കടക്കുകയാണ്. കാരണം നിങ്ങൾക്കിത് ഞാൻ പലവണ്ണം പറഞ്ഞ കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക, പുറമോട്ട് അടിക്കുക, വീണ്ടും മനസ്സിലായില്ല, ഒന്നുകൂടെ സ്റ്റോപ്പ് ചെയ്യുക, പുറമോട്ട് അടിക്കുക, കാണാം. ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് എത്ര തവണ മുഴുവൻ കാണാം, എന്നുള്ള പോലും കാണാം. അതാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ നേട്ടം. മനസ്സിലായി? അല്ലെങ്കിൽ പിന്നെ അല്ലാത്ത ക്ലാസ് ആകുമ്പോൾ ഒരു സാറ് നോക്കിയിരിക്കണം, സാറിനെ വിളിക്കണം, ഒന്നും വേണ്ട. എന്നിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിച്ചോളൂ, വിചാരിക്കുക. മനസ്സിലായല്ലോ? ഇനി ടെറിഡോഫൈറ്റ് കുറെ ക്ലാസ്, 4 ക്ലാസ് ആയിട്ട് ടെറിഡോഫൈറ്റ് തരംതിരിച്ചു. ഏതൊക്കെയാ നോക്കിയോളൂ. ഇത് പറയാൻ പോകുന്നത് ബോർഡ് എക്സാം ചോദിക്കുന്നില്ല. only for entrance also. This is sure question for entrance. ഒന്ന് സൈലോട്ടോപ്സിഡ, ലൈക്കോപ്സിഡ, സ്പീനോപ്സിഡ, തിറോപ്സിഡ. ഇതൊക്കെ എന്താണ്? 4 ക്ലാസ്സസ് ആണ്. ടെറിഡോഫൈറ്റിന്റെ 4 ക്ലാസ്സുകളാണ്. ഏതൊക്കെയാണ്? സൈലോട്ടോപ്സിഡ, ലൈക്കോപ്സിഡ, സീനോപ്സിഡ, തിറോപ്സിഡ. എൻട്രൻസ് പഠിക്കുന്നതിന് മാത്രം ഇത് കാണാൻ പഠിച്ചാൽ മതി. അത് അപ്പോഴും പഠിച്ചാലും മതി, കൂടെ കാണാൻ പഠിക്കുന്ന പോലെ. നല്ല നമ്മുടെ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതുന്നത് ഇപ്പോഴും പഠിച്ചോളൂ. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഇത്. സൈലോട്ടം കണ്ടോ? സൈലോട്ടം ഒരു ടെറിഡോഫൈറ്റ് ആണ്. അടുത്ത സെലാജിനല്ല, ലൈക്കോപോഡിയം, then Icositum, then Dryopteris, ഇതിന്റെ Dryopteris, then Pteris, then Adianta. ഇതെന്തോ അഡ്രസ് ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊന്നും തിരിച്ച് മാർച്ചിട്ട് ഏതാ കറക്റ്റ്? ഇക്വിസിറ്റ് ഏത് ക്ലാസ് വരുന്നു? തീർന്നു. സൈലോട്ടം ഏത് ക്ലാസ് വരുന്നു? തീർന്നു. അല്ലെങ്കിൽ ട്യൂറോപ്സിഡയിൽ വരുന്നത് താഴെ പറയുന്നത് അല്ലാത്തത് ഏത്? തീർന്നു. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇതൊരു ഷുവർ ക്വസ്റ്റൻ ആണ്. ഇതിന്റെ ഒരു ചോദ്യം സ്ഥിരം വരുന്നതാണ്. 1-2 ഒക്കെ വരും തിരിച്ചു മറിച്ചു. കാരണം ചോദിക്കുന്നത് കിടന്ന് ഈ ചോദ്യകർത്താൻ കിടന്ന് കുത്തി പറയാനുള്ള സാധനം ഇത് കിടന്നുണ്ടല്ലേ. നിങ്ങൾ കാണാടിച്ചോണ്ട് തന്നെ പോകണം. ദൈവത്തിൽ പറയുന്നില്ല ഇതെല്ലാം 4 ക്ലാസ് അതിന്റെ എക്സാം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയല്ലോ. ടെറിഡോഫൈറ്റ് നമ്മൾ 4 എക്സാമിലെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് 4 എക്സാമിൽ പഠിച്ചത്. ഇതൊക്കെയാണ് സെലാജിനല്ല, ഇക്വിസിറ്റം, അതുപോലെ ഫേഡ് ആൻഡ് സാൽവീനിയ. വേറെ എത്ര ഉണ്ടോ? സൈലോട്ടം, ലൈക്കോപോഡിയം, ട്രയോപെറിസ്, ടെറിസ്, അഡിയാൻഡ്. ഈ അഡിയാൻഡത്തിൽ പേരുണ്ട് കേട്ടോ. അത് പഠിക്കുന്ന എൻട്രൻസ് ചോദിക്കാണ്. അഡിയാൻഡ് ഈസ് കാൾഡ് വാക്കിംഗ് ഫോർ ആണ്. പടം കാണുന്നുണ്ടോ? വാക്കിംഗ് എന്താ പറയുക? ഈ അടിയാന്റെ കൂടെ നിൽക്കുമെന്ന് വെച്ചോളൂ. അടിയാന്റെ നിൽക്കുമോ? അടിയാനത്തിന്റെ ഈ ഇലയൊക്കെ ഉണ്ടാവേ. ഈ ഇല ഇങ്ങനെ മണ്ണി തൊട്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ചു വരും. എന്നിട്ട് പുതിയ ചെടി ഉണ്ടാവും. അപ്പൊ എന്നിട്ട് അടുത്ത ഇല ഒന്ന് മണ്ണി തൊട്ടു, അവിടുന്ന് കുളിച്ചില്ല. അപ്പൊ നിങ്ങൾ 1 വർഷം നോക്കുമ്പോൾ ഈ ചെടി ഇവിടെ നിൽക്കുമല്ലോ. ഇത് കഴിഞ്ഞാൽ നശിച്ചു. നിങ്ങൾ 6 മാസം നമ്മുടെ ചെടി ഇവിടെ നിൽക്കും. ഇതൊന്നും നശിച്ചതിന് ശേഷം പിന്നെ ഇതുണ്ടാവും. അപ്പൊ നിങ്ങൾ അടുത്ത മാസം വരെ ഇതിവിടെ നിൽക്കുന്നു. ആദ്യം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. അപ്പൊ വാക്കിംഗ് ഫണ്ട് നടന്നു പോകുന്നു അല്ലേ? അങ്ങനെ പേരിട്ടത് വാക്കിംഗ് ഫണ്ട് പേര് അല്ലേ? വിച്ച് ടെറിഡോഫൈറ്റ് ഈസ് നോൺ ആസ് വാക്കിംഗ് ഫണ്ട് ഈസ് കാൾഡ് അഡിയാൻഡ്. അഡിയാൻഡ് ഈസ് കാൾഡ് വാക്കിംഗ് ഫണ്ട്. ശരി, ഇത്രയാണ് ടെറിഡോഫൈറ്റ് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത് നോക്കാം. ചെടിയെ പോട്ട് ജിംനോസ്പോംസ്. നെക്സ്റ്റ് ഡിവിഷൻ ഈസ് കാൾഡ് ജിംനോസ്പോം. അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ പറഞ്ഞെല്ലാം നിങ്ങൾ പലതവണ റിവൈൻ ചെയ്ത് കണ്ടോണം. പഠിക്കാം. ഇത് പറഞ്ഞ പ്ലാന്റുകൾ നല്ല ഡിപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റ് ആണ്. അപ്പൊ അതിനോട് ട്യൂൻ പഠിച്ചാൽ ഓർക്കത്തില്ല. ടെറിഡോഫൈറ്റുടെ മോളിൽ നിങ്ങൾ ട്യൂൻ തന്നെ ഹെഡിങ്ങിനോട് എഴുതിക്കൊള്ളു. പ്രയോഫൈറ്റുടെ അവിടെ മാത്രം എന്നെ എഴുതിക്കൊള്ളു. ആൽഗയുടെ എന്നെ എഴുതിക്കൊള്ളു. ഫംഗസിന്റെ അവിടെ എന്നെ എഴുതിക്കൊള്ളു. ഓക്കെ, ഫംഗസുകൾ മെയിൻ പ്ലാന്റ്സ് എല്ലാം തന്നെ ഹാപ്ലോയിഡാണ്. പ്രയോഫൈറ്റുകൾ മെയിൻ പ്ലാന്റ്സ് തന്നെ ഹാപ്ലോയിഡാണ്. ടെറിഡോഫൈറ്റുകൾ വരുമ്പോഴത്തേക്കും ആൽഗകൾ മെയിൻ പ്ലാന്റ് ഹാപ്ലോയിഡാണ്. എല്ലാത്തിനും അല്ല, ചിലതിനുണ്ട്. 1-2 അല്ലാത്തതുകൊണ്ട് നമ്മൾ പഠിക്കും. പൊതുവെ പറയുന്നത് ജിംനോസ്പോമുകളും എല്ലാം തന്നെ ഡിപ്ലോയിഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആൽഗകൾ ഹാപ്ലോയിഡ്,
മെയിൻ പ്ലാന്റ്, ഫംഗസുകൾ മെയിൻ പ്ലാന്റ് ഹാപ്ലോയിഡ്, ബ്രയോഫൈറ്റ മെയിൻ പ്ലാന്റ് ഹാപ്ലോയിഡ്, ടെറിഡോഫൈറ്റ വരുമ്പോഴത്തെ മെയിൻ പ്ലാന്റ് ഡിപ്ലോയിഡ്, ജിംനോസ്പേമും മെയിൻ പ്ലാന്റ് ഡിപ്ലോയിഡ് അല്ലേ. പിന്നെ മറ്റൊന്ന് പറയാം ആൻജിയോസ്പേമും മെയിൻ പ്ലാന്റ് ഡിപ്ലോയിഡ്. ഇപ്പൊ നിങ്ങൾ ഒരു അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ എഴുതാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അല്ലെങ്കിൽ റൈറ്റ് 5 ഡിഫറൻസസ് ബിറ്റ്വീൻ ബ്രയോഫൈറ്റ ആൻഡ് ടെറിഡോഫൈറ്റ. ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് തരികയാണ്. ഓക്കെ, റൈറ്റ് 5 ഡിഫറൻസസ് ബിറ്റ്വീൻ ബ്രയോഫൈറ്റ ആൻഡ് ടെറിഡോഫൈറ്റ. ഓക്കെ, നിങ്ങളുടെ ആൻസർ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി വാട്ടർ ജിംനോസ്പേം. ഞാൻ വാക്കു ജിംനോ, വാക്കിന്റെ അർത്ഥം നേക്കഡ് എന്നാണ്. സ്പേം, സ്പേമിന് അർത്ഥം മെയിൽ ഗ്യാമറ്റ് എന്നല്ലേ, പക്ഷെ ഒരു അർത്ഥം കൂടി ഉണ്ട്. ഇസ് ആൾസോ കോൾഡ് സീഡ്. അപ്പൊ എന്താണ് ജിംനോസ്? വാട്ടർ ജിംനോസ്പേംസ്? ഉത്തരം ദേ ആർ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നാണ്. They are naked seeded plants. അപ്പൊ എന്ത് നേക്കഡ് സീഡഡ് പ്ലാന്റ് പറയുന്നത്? നിങ്ങൾ മാങ്ങ നോക്കൂ, മാങ്ങ ഫ്രൂട്ടാണോ സീഡാണോ? ഇറ്റ് ഈസ് എ ഫ്രൂട്ട്. അതിനകത്ത് സീഡ് ഉണ്ടല്ലോ, ഇതാണ് സീഡ്. അപ്പൊ സീഡ് കവർ ചെയ്തിരിക്കുന്നു അല്ലേ, നേക്കഡല്ല. സീഡിന് എന്തോട്ട് എന്താണ്, ഫ്രൂട്ട് വാളുകൊണ്ട് സീഡ് പൊതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് നോക്കിയോളൂ, മാങ്ങ നോക്കൂ, തേങ്ങ നോക്കൂ, അല്ലെങ്കിൽ പിന്നീട് പയർ നോക്കൂ, എന്ത് നോക്കിയാലും അതിന് വെണ്ടയ്ക്ക നോക്കൂ, സീഡ് ഒരു ഫ്രൂട്ടിനുള്ളിലല്ലേ. പേരയ്ക്ക സീഡ് ഫ്രൂട്ടിനുള്ളിലല്ലേ. സോ സീഡ് ഇസ് നോട്ട് നേക്കഡ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഫ്രൂട്ടിനകത്താണ് സീഡ്. എന്നാൽ ജിംനോസ്പേമിനകത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള ശരികളാണ് വിളിക്കുന്നത് ആൻജിയോസ്പേംസ് എന്നാണ്. ആൻജിയോസ്പേംസ്, അതായത് ആൻജിയോ എന്ന് വെച്ചാൽ അർത്ഥം കവേർഡ്, സ്പേം എന്ന് വെച്ചാൽ സീഡ്. ഇതെല്ലാം കവേർഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്. ഏതാണ്? മാങ്ങ, പയറ്, പിന്നെ പേരയ്ക്ക. സീഡിനുള്ളിൽ, ഫ്രൂട്ടിനുള്ളിലാണ് സീഡ്. എന്നാൽ ഇതുപോലെ സീഡുണ്ട്, പക്ഷെ ഈ ഒരു കവറില്ല എന്നുള്ളത് ഇതുപോലെ. പക്ഷെ സീഡുണ്ട്, കവറില്ല. അങ്ങനെയാണ് വിളിക്കണം നേക്കഡ് സീഡഡ് പ്ലാന്റ്. സോ എക്സ്പോസ്ഡ് സീഡ് അല്ലേ, അതിനെ നമ്മൾ എക്സ്പോസ്ഡ് എന്ന് വിളിക്കും അല്ലേ. എന്താണ് അത്? എക്സ്പോസ്ഡ് സീഡഡ് ആണ്. സോ വാട്ടർ ജിംനോസ്പേം ദേ ആർ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. അപ്പൊ നിങ്ങൾ പറയണം വൈ? ബിക്കോസ് അതിന്റെ കാരണം നിങ്ങൾക്കറിയാം, ഇതെന്താണ് ഉണ്ടാകുന്നത്? ഇപ്പൊ നിങ്ങൾ ഈ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു, നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൂവിനകത്ത് ഇങ്ങനെ സംഭവം ഉണ്ട്. അതിന്റെ പേര് എന്താ പറയാമല്ലോ? ഗൈനീഷ്യം. ഇങ്ങനെയാണ് അതിന്റെ പേര് ആൻഡീഷ്യം. പിന്നെ ദളങ്ങൾ. ഇങ്ങനെ പൂവ്. അത് ഫ്രൂട്ടായി മാറുന്നത് ഏത് ഭാഗമാണ്? വിച്ച് പാർട്ട് ബിക്കം ദ ഫ്രൂട്ട്? ദിസ് പാർട്ട് ബിക്കം ദ ഫ്രൂട്ട്. ഈ ഭാഗമാണ് എന്തായി മാറുന്നത്? ഫ്രൂട്ടായി മാറുന്നത്. ഈ ഭാഗത്ത് വിളിക്കുന്നത് എന്താണ്? ഓവറി എന്നാണ്. ഓവറി ബിക്കം ദ ഫ്രൂട്ട്. ഈ ഓവറിനകത്ത് സാധനം ഏതാണ്? ഓവ്യൂൾ. ഓവ്യൂൾ ആണ് എന്തായി മാറുന്നത്? സീഡായി മാറുന്നത്. ശരിക്കും പണ്ടേ പിടിച്ചപ്പോഴാണ് ഓവറി ബിക്കം ഫ്രൂട്ട് ആൻഡ് ഓവൽ ബിക്കം സീഡ്. അപ്പോ in angiosperm fruit is developed from the ovary and seed developed from the ovule. അതായത് ഈ ഓവുൾ എന്തിനുള്ളിലായിരിക്കുന്നത്? ഓവറിക്കുള്ളിലാണ്. The ovule is not exposed, it is concealed എന്നാണ്. കൺസീൽഡ്, സീൽ വെച്ചിരിക്കുക. എന്തിനുള്ളിലാണ്? ഫ്രൂട്ട് വാളിനുള്ളിൽ, ഓവറി വാളിനുള്ളിൽ ഓവുകൾ സീഡ് ചെയ്ത് വെച്ചിരിക്കും, കവർ ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനുണ്ടാകുന്ന ഫ്രൂട്ടിനുള്ളിലും അതിന്റെ സീഡ് കവർ ചെയ്ത് വെച്ചിരിക്കും. ശരിയല്ലേ? അപ്പൊ ആൻജിയോസ്പേമിന്റെ പ്രത്യേകത എന്താണ്? ആൻജിയോസ്പേമിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓവറിക്കുള്ളിലാണ് ഓവുൾ ഇരിക്കുന്നത്. അതുകൊണ്ട് സീഡ് ഉണ്ടാകുന്നത് ഓവുളിൽ നിന്നായതുകൊണ്ട് സീഡ് എവിടെയിരിക്കും? ഫ്രൂട്ടിനുള്ളിലിരിക്കും. പക്ഷെ ജിംനോസ്പേമിനകത്ത് എന്താണ്? ജിംനോസ്പേമിനകത്ത് ഓവുൾ ഉണ്ടെങ്കിൽ അത് നേക്കഡ് ആയിരിക്കും. അത് എന്തുകൊണ്ട് പൊതിയുന്നില്ല? ഓവുകൾക്കുള്ളിലല്ല എന്തുണ്ടാകുന്നത്? ഓവുൾ ഉണ്ടാകുന്നത്. ഓവുൾസ് ആർ എക്സ്പോസ്ഡ് ഓവ്യൂൾസ്. സോ എക്സ്പോസ്ഡ് സീഡും ആണ്, എക്സ്പോസ്ഡ് ഓവ്യൂൾസുമാണ്. മൂന്നാമത്തെ Gymnosperms are naked seed plants where their seeds are exposed and their ovules are also exposed, not concealed within the ovary. ഓവറിക്കുള്ളിൽ കൺസീൽ ചെയ്തിട്ടില്ല. മനസ്സിലായോ? അതാണ് കൂടുതൽ പഠിക്കാൻ മനസ്സിലാവും. ഇനി ആൻജിയോസ്പേമിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്താണ്? ഫ്ലവർ. സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഈസ് ഫ്ലവർ. പക്ഷെ ജിംനോസ്പേമിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പേര് കോൺ എന്നാണ്. കോൺ. ജിംനോസ്പേമിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പേര് കോണുകൾ എന്നാണ്. Cones, C-O-N-E-S, cones. So these are the difference between angiosperm and gymnosperm. Parayyu, what are the difference between angiosperm and gymnosperm? In gymnosperm, seeds are naked. In angiosperm, seeds are concealed within the ovary. In gymnosperm,
ovules are not within the ovary, but in gymnosperm ovules are within the ovary. In gymnosperm reproductive structure is called cord. In angiosperm reproductive structure is called flowers. മൂന്ന് വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ചാർട്ട് തന്നെ എഴുതി നോക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ ആൻജിയോസ്പേം ആൻഡ് ജിംനോസ്പേം. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാം. അപ്പോൾ ജിംനോസ്പേമിന്റെ ഐഡിയ കിട്ടി. ചില ജിംനോസ്പേമിന്റെ എക്സാമ്പിൾ പറഞ്ഞേക്കാം. 3 എക്സാമ്പിൾ പഠിക്കാം. ഒന്ന് പൈനസ്, മറ്റൊന്ന് സൈക്കാസ്, മറ്റൊന്ന് ജിംഗോ, മറ്റൊന്ന് സീഡ്രസ്. 4 പൈനസ്, സൈക്കാസ്, ജിംഗോ, സീഡ്രസ്. സീഡ്രസിന്റെ പടം പുസ്തകത്തിലില്ല, ബാക്കി ഇതിന്റെ പടം പുസ്തകത്തിലുണ്ട്. ഞാൻ ഇട്ട് കാണിക്കണം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തോന്നിക്കലോട്ട് ആ പെട്രോൾ പമ്പിൽ അവിടെ ചെന്ന സൈഡിലൊക്കെ ഇതുപോലെ 50 ആയിട്ടുള്ള മരങ്ങൾ കാണുന്നത്. വേറെ ഫോട്ടോസ് കാണിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ മരങ്ങളെല്ലാം നിങ്ങൾ പലയിടത്തും കണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും. എന്റെ വീട്ടിൽ ഇപ്പോൾ 2 ഞാൻ ഫോട്ടോ ഇട്ട് കാണിക്കും. കണ്ട, ഇതൊക്കെ ജിംനോസ്പേമുകളാണ്. പൂക്കാത്ത എന്നാൽ കായ്ക്കുന്ന ചെടികളാണ്. ഇതെല്ലാം ഇപ്പൊ ചെടിച്ചെടിയിലൊക്കെ ഒരുപാട് വീട് വളർത്തുന്നുണ്ട് ജിംനോസ്പേമുകൾ. പോഡോകാർപ്പസ് എന്നും പറഞ്ഞിട്ട് ഓരോന്നും വളർത്തുന്നുണ്ട്. ഇതൊക്കെ പഠിക്കാനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്? പൈനസ്, സൈക്കാസ്, ജിംഗോ, സീട്രസ്. ഇതിൽ സീട്രസിന്റെ പടപുസ്തകത്തിലെല്ലാം ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ പൈനസും സൈക്കാസിലും ജിംഗോയുടെയും പടപുസ്തകത്തിലുണ്ട്. അല്ലാതെയുള്ള ഫോട്ടോസും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു. അപ്പൊ ഇനി നമ്മളൊരു ചാർട്ട് തയ്യാറാക്കുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. രണ്ടിൽ ഇപ്പോഴും എഴുതിക്കോളൂ. മെയിൻ പ്ലാന്റിന് കൂടി ഇവിടെ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. ഇവിടെ എന്താണ്? കൺസീൽഡ് സീഡ്. സീഡ് കൺസീൽഡ് ആണ്. 2 സീഡ്സ് ആർ നോട്ട് ഇൻസൈഡ്. സീഡ്സ് ആർ നോട്ട് വിതിൻ ഫ്രൂട്ട്സ്. നോട്ടാണ് ഇവിടെയാണോ? സീഡ്സ് വിതിൻ ഫ്രൂട്ട്സ്. 3 എക്സ്പോസ്ഡ് ഓവ്യൂൾ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് സീഡ്സ്. അത് ഇതിന്റെ ബ്രാക്കറ്റ് എങ്ങനെയാണ്? 3 എക്സ്പോസ്ഡ് ഓവ്യൂൾസ്. ഇവിടെ കൺസീൽഡ് സീഡ്സ്. ഇതാണ് കൺസീൽഡ് ഓവ്യൂൾസ്. വ്യത്യാസം എഴുതാം. Sexual reproductive structure is cone or strobulus. ഇനി ജിംനോസ്പേമിന്റെ കോണിന് ഒരു പേരുണ്ട്, ലാക്സ് എന്ന് വിളിക്കുന്നത്. ലാക്സ്, സാൽസപൾഡസ് ലാക്സ്. ഇതെന്താണ്? Sexual reproductive structure is flower. അല്ലേ? സെക്ഷൽ reproductive structure is flower. ഇനി 2 പേരുടെ പറയാം. അത് എൻട്രൻസ് വേണ്ടി പഠിച്ചാൽ മതി. 5 സൈലം വെസൽസ് ആബ്സെന്റ്. ഇവിടെ പ്രസന്റ് ഇപ്പൊ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവത്തില്ല, പക്ഷെ എൻട്രൻസ് വേണ്ടി പഠിക്കുന്നതിന് ഇപ്പോഴും മനസ്സിലായിക്കോളും. അലർജി പഠിക്കുമ്പോൾ മനസ്സിലാവും. 6 സീവ് tube cell absent, present. tube cell absent, present. ഇനി 1 2 താഴെ സ്ഥലം ഞാൻ കാണത്തില്ല, മേളിൽ എഴുതാണ്. 7 endosperm is haploid and produced before fertilization. ഞാൻ പറയാണ് വായിക്കാൻ പറ്റുള്ളവർക്ക്. എൻഡോസ്പോം ഈസ് ഹാപ്ലോയിഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ഫെർട്ടിലൈസേഷൻ. എന്തുകൊണ്ട് വായിക്കുന്നു? എൻഡോസ്പോം ഈസ് ഹാപ്ലോയിഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ഫെർട്ടിലൈസേഷൻ. മനസ്സിലായല്ലോ? ഇവിടെ എഴുതുന്നു എൻഡോസ്പോം ഈസ്
triploid 3N and produced after fertilization. ഞാൻ വായിക്കാം. എൻഡോസ്പോം ഈസ് ട്രിപ്ലോയിഡ് 3N and produced after fertilization. ഈ വരി കാണാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കൈ മാസ്ക് എഴുതിക്കുന്നുണ്ട്. സാരമില്ല, ഞാൻ പറയുകയാണ്. എൻഡോസ്പോം ഈസ് ട്രിപ്ലോയിഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. എത്ര വ്യത്യാസം ഉണ്ട് അതിനകത്ത്. നിങ്ങൾ ഇത്രയും വ്യത്യാസം ഇപ്പൊ തന്നെ പഠിച്ചോണം. ഇത് പിന്നെ എൻട്രൻസ് വേണ്ടി പഠിച്ചാലും മതി. 1 മുതൽ 4 വരെയുള്ള നിങ്ങൾ ഇപ്പൊ പഠിക്കണം. 5 മുതൽ 7 വരെയുള്ള പിന്നീട് പഠിച്ചാലും മതി. സോ ദീസ് ആർ ഡിഫറൻസ് ബിറ്റ്വീൻ ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. ഇത് ചാക്ക് പോലെ ഒന്ന് തയ്യാറാക്കി ഇടണം. മനസ്സിലായല്ലോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വായിക്കാം, തെറ്റിക്കരുത്. ഒന്ന്, നേക്കഡ് സീഡർ പ്ലാന്റ്സ്, കൺസീൽഡ് സീഡർ പ്ലാന്റ്സ്. അതെന്തുകൊണ്ടാണ് രണ്ടാമത് പറയുന്നത്? സീഡ്സ് ആർ നോട്ട് വിതിൻ ഫ്രൂട്ട്, സീഡ്സ് ആർ വിതിൻ ദ ഫ്രൂട്ട്. അതിനെ നമ്മൾ കൺസീൽഡ് സീൽ ചെയ്യുക, SCI കൺസീൽഡ് സീഡ് എന്ന്. ഇത് എക്സ്പോസ്ഡ് തുറന്ന സീഡ് എന്ന് വിളിക്കുക. അതെന്തുകൊണ്ടാണ്? ഓവുകൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഓവുൾസ് ആർ എക്സ്പോസ്ഡ്, കൺസീൽഡ് ഓവ്യൂൾസ് അല്ലെ. ഇവിടെ ഓവുൾസ് കൺസീൽഡ് ആണ്. അതിന്റെ കാരണം നമുക്ക് എഴുതാം. ബിക്കോസ് കോമ ആർ വിതിൻ ദ ഓവറി, ഓവറിക്കുള്ളിലാണ്. അതുകൊണ്ടാണ് ഇതങ്ങനെ ഓവറിക്കുള്ളിലല്ല. എക്സ്പോസ്ഡ് ഓവ്യൂൾസ് ആൻഡ് നോട്ട് വിതിൻ ഓവറി. അങ്ങനെ എഴുതിക്കോളൂ, നോട്ട് വിതിൻ ഓവറി. ഇതുകൊണ്ട് അടുത്ത പോയിന്റ് ആക്കാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോയിന്റ് 8 പോയിന്റ് ആകാമാണെങ്കിൽ അല്ലേ? ഓക്കെ, വിട്ടെ. അപ്പോൾ ഓവൽസ് ആർ എക്സ്പോസ്ഡ് നോട്ട് വിതിൻ ദ ഓവറി, കൺസീൽഡ് ഓവൽസ് വിച്ച് ആർ വിതിൻ ദ ഓവറി. ഓവറിക്കുള്ളിലാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചർ ഈസ് കോൾഡ് സ്ട്രോബലസ് ഓർ ലാക്സ്. ലാക്സ് എൻട്രൻസ് പോയിന്റ്, ഒരു എൻട്രൻസ് വെച്ചാൽ ലാക്സ് എന്ന് പറയും. ജിംനോസ്പേമിൽ കോളിന്റെ മറ്റു പേരാണ്. ഇതൊക്കെ പഠിച്ചു വെക്കാൻ എൻട്രൻസിന് വേണ്ടിയിട്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചർ ഈസ് കോൾഡ് ഫ്ലവർ. Then xylem vessel is absent, xylem vessel is present. CV2 cell is absent, CV2 cell is present. CV2 cell വരുന്നതിനകത്തുള്ളത് സീൽ സെൽസ് ആണ്. നമ്മൾ പിന്നെ പഠിച്ചോ. പിന്നെ എൻഡോസ്പോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. അത് ഹാപ്ലോയിഡ് ആണ്. ഫെർട്ടിലൈസേഷന് മുമ്പ് ഉണ്ടാവും. ഇവിടെ എൻഡോസ്പോം ഈസ് ട്രിപ്ലോയിഡ് 3N and produced after fertilization. So ഇത് മനസ്സിലായല്ലോ. This is the difference between angiosperm and gymnosperm. ഇതിന്ന് പരീക്ഷയ്ക്ക് എന്താണ് ആൻജിയോസ്പോം എന്ന് വെച്ചാൽ എല്ലാം എഴുതി കൂടെ. ഇനി എന്താണ് ജിംനോസ്പോം എന്ന് വെച്ചാൽ എഴുതി കൂടെ. സിമ്പിൾ അല്ലേ? നമ്മൾ ആൻജിയോസ്പോമിനെ കുറിച്ച് പഠിച്ചു, ജിംനോസ്പോമിനെ കുറിച്ച് പഠിച്ചു. ശരിയല്ലേ? ഓക്കെ. പലതവണ നിർത്തി കാട്ടണം. ഫുൾ ചാർട്ട് കറക്റ്റ് ആയിട്ട് വെച്ചോ. ഒരു തെറ്റും വരുത്തരുത്. എന്തെങ്കിലും തെറ്റുണ്ട് അതിനോട് ചോദിച്ചിട്ട് എഴുതാം. നിങ്ങൾ സംശയമില്ല. ഞാൻ വായിക്കാം. ഇത് നമ്മള് ജിംനോസ്പോമിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാൻ പോവാം. ജിംനോസ്പോം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ പല കാര്യങ്ങളില്ല. ജിംനോസ്പോമിന്റെ പ്രത്യേകത, ഇതിനകത്താണ് ലോകത്തെ ഏറ്റവും വലിയ പ്ലാന്റ് ഉൾപ്പെടുന്നത്. അതുപോലെ ഏറ്റവും വലിയ മരം ഏതാണ്? എന്റെ പേര് സെക്വോയ ഡെൻഡ്രോൺ ജൈജാന്റിക്ക എന്നാണ്. സെക്വോയ ഡെൻഡ്രോൺ ജൈജാന്റിക്ക എഴുതി കാണിക്കുന്നുണ്ട്. കറക്റ്റ് സ്പെല്ലിംഗ് അതിനകത്തുണ്ട്. സെക്വോയ ഡെൻഡ്രോൺ ജൈജാന്റിക്ക എന്ന് പറയുന്ന ചെടി എന്ന് പറയുന്നത് 60 അടി ചുറ്റളവുള്ളതാണ്. 60 അടി പൊക്കത്തിലല്ല. ഇറ്റ്സ് എ ലാർജസ്റ്റ് പ്ലാന്റ്. പൊക്കത്തിലല്ല, വണ്ണം, ചൂട് വണ്ണം. അതിന് നടുക്കൂടെ ഒരു വഴി, ലോറി പോകുന്ന ഒരു റോഡ് തന്നെയുണ്ട്. കാലിഫോർണിയയിലാണ് നിൽക്കുന്നത്. 60 അടി വിസ്താരമുള്ള ഈ മരം ഏത് ഭാഗത്ത് വരുന്നു? ജിംനോസ്പോമിൽ വരുന്നു. സെക്വോയ ഡെൻഡ്രോൺ ജൈജാന്റിക്ക ലാർജസ്റ്റ് പ്ലാന്റ്. ടാളസ്റ്റ് പ്ലാന്റ് വേറെയാണ്. ഈ യൂക്കാലിപ്റ്റസ് ഭാഗത്ത് വരുന്ന 100 അടി പൊക്കമുള്ള ചെടികളൊക്കെ മരങ്ങളുണ്ട്. അതാണ് ടാളസ്റ്റ്. ടാളസ്റ്റ് അല്ല, ഫാറ്റസ്റ്റ് അല്ലെങ്കിൽ തിക്കസ്റ്റ് 60 അടി ചുറ്റളവുള്ള ഒരു മരം കാലിഫോർണിയ. ഏത് ഭാഗത്ത് വരും? സെക്വോയ ഡെൻഡ്രോൺ ജൈജാന്റിക്ക എന്ന വിഭാഗത്തിൽ വരുന്ന ചെടികൾ. മനസ്സിലായി? ഇതിൽ പ്രത്യേകത പഠിച്ചോ. ഇനി ജിംനോസ്പോമിന്റെ 2 എണ്ണത്തെ ഞാൻ പരിചയപ്പെടുത്താൻ പോകാം. ഒന്ന് പൈനസ്, മറ്റൊന്ന് സൈക്കാസ്. നിങ്ങൾ ഊട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ധാരാളമായിട്ട് കാറ്റാടി പറഞ്ഞ ഒരു മരമാണ് പൈനസ്. കോട്ടയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പൈനസിന്റെ വേരിന്റെ അറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ വേരിന്റെ അഗ്രത്തായിട്ട് ചില ഫംഗസുകൾ ഈ റൂട്ടിനകത്ത് അറ്റാച്ച് ചെയ്തതാണ്. ഇറ്റ് വിൽ ആക്ട് ആസ് റൂട്ട് ഹെയർസ്. ഈ റൂട്ടിനെ റൂട്ട് ഹെയർ പോലെ ആരാക്കി? ഫംഗസ് ആക്കി. ഈ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റും. അപ്പം ഈ ജിംനോസ്പോം ഈ പൈനസ് എന്ന് പറയുന്നത് ഹയർ പ്ലാന്റ് ആണല്ലോ. അതിന്റെ റൂട്ടുമായിട്ട് ഫംഗസ് സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടാക്കുകയാണ്. ഇത് പേര് വിളിക്കും, പഠിച്ചാണല്ലോ.
Yes, it is mycorrhiza. So in pinus there is a mycorrhizal association between fungus, certain fungus. So we can see mycorrhizal association in pinus. ഞാൻ പറഞ്ഞു മൈക്കോറൈസയെ കുറിച്ച് നിങ്ങൾ ഈ പുസ്തകത്തിൽ 4 എടുത്ത് പഠിച്ചു. നേരത്തെ ഒന്നായി ഇപ്പൊ ഒന്നായി ഇനി 2 പഠിച്ചു. അപ്പോൾ മൈക്കോറൈസസ്. ഇനി മറ്റൊന്നാണ് എന്ത്? സൈക്കാസ്. സൈക്കാസ് ഒക്കെ കണ്ടിട്ടുണ്ടായി. കല്യാണത്തിനൊക്കെ പണ്ടൊക്കെ വീട് അലങ്കരിക്കാൻ ഇപ്പോഴും അമ്പലങ്ങളിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടി ഇലമുണ്ട്. തെങ്ങിന്റെ ഇല പോലെ ചെറിയ ഇലകൾ ശരിയാണ് സൈക്കാസ്. അതിന്റെ മണ്ണിനടിയിലുള്ള വേര് ഇങ്ങനെ പോകുമ്പോൾ ചില വേരുകൾ മണ്ണിന് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇറ്റ് വിൽ അപ്പിയർ ജസ്റ്റ് ലൈക്ക് കോറൽ. കോറൽ പോലെ ഇരിക്കും. കോറൽ എന്ന് വെച്ചാൽ പവിഴപ്പിറ്റ്. ഇതിനെ വിളിക്കുകയാണ് കോറലോയിഡ് റൂട്ട്സ്. സം റൂട്ട് ഗ്രോ എബോവ് ദ സോയിൽ. മണ്ണിന് മുകളിലേക്ക് വളർന്ന റൂട്ടിൽ എന്താ വിളിക്കുന്നത്? നെഗറ്റീവ്ലി ജിയോട്രോപിക്. പഠിച്ചിട്ടില്ലേ? മണ്ണിലേക്ക് താഴേക്ക് പോകണമെങ്കിൽ പോസിറ്റീവ്ലി ജിയോട്രോപിക്, നേരെ തിരിച്ചു വരുവാണെങ്കിൽ നെഗറ്റീവ്ലി ജിയോട്രോപിക്. സം റൂട്ട് ഗ്രോ എബോവ് ദ സോയിൽ ലെവൽ കാർഡ് നെഗറ്റീവ്ലി ജിയോട്രോപിക് റൂട്ട്സ്. ഇറ്റ് അപ്പിയർ ലൈക്ക് എ കോറൽ കാർഡ് കോറലോയിഡ് റൂട്ട്സ്. കോറലിനെ പോലെ, കോറൽ വെച്ചാൽ പവിഴപ്പിറ്റ്. അതുപോലെ ഇരിക്കുന്നതാണ് കോറലോയിഡ്. പടങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്, പല ഫോട്ടോസ് ആയിട്ട് കാണിക്കുന്നുണ്ട്, കണ്ടോണം. നിങ്ങൾ ഈ പടങ്ങളെ കാണുന്ന സ്റ്റിൽ അടിച്ച് നിർത്തിയത് ശരിക്കും എക്സ്പാൻഡ് ചെയ്തൊക്കെ കണ്ട് ബൈഹാർട്ട് ആയിരിക്കണം. വരയ്ക്കേണ്ട പടങ്ങൾ ഞാൻ പറയും, അത് നിങ്ങൾ പ്രത്യേകം വരയ്ക്കണം. വരച്ചെടുക്കേണ്ട പടങ്ങൾ വരയ്ക്കണം എന്ന് ഞാൻ പറയും. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കോർണർ റൂട്ട് ഇതൊന്നും കുറിച്ച് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ കോർണർ റൂട്ടിനകത്ത് ഒരു ബ്ലൂ ഗ്രീൻ ആളുടെ താമസമാണ്. ആര്? ഈ കോർണർ റൂട്ടിനകത്ത് ഒരു ബ്ലൂ ഗ്രീൻ ആളുടെ താമസമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ടും തമ്മിലൊരു ബന്ധം കാണും. എന്താ ബന്ധം? ഗുണദോഷം. ഗുണം രണ്ടിനും ഗുണം. എന്താ അസോസിയേഷൻ? സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെ? രണ്ടിനും ഗുണമാണെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻ മ്യൂച്വൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ഇൻ സൈക്കാസ് certain negatively geotropic root grow above the soil and appear like a coral. These are the coraloid roots and it contains certain blue green alga. ആ blue green alga ഏതാണെന്നൊക്കെ പറയാം. ഒന്ന് നോസ്റ്റോക്ക് ആണ്. ഇട്ടുണ്ടല്ലോ നമ്മള്. മറ്റൊന്ന് അനബീനയാണ്. Two blue green alga such as nostoc or anabina are seen in symbiotic association with the coraloid. എന്താ റൂട്ട് താമസിക്കാൻ സ്ഥലം കിട്ടും, ജലലവണം കിട്ടും. ഇയാൾ ഈ ഫോട്ടോസ് ഒന്നും ചേർത്ത് ഫുഡ് ആവശ്യമുള്ളൂ. എന്തുകൊണ്ടല്ലേ ഇതൊക്കെ ആര് കാണിക്കുന്നു? സൈക്കാസ് കാണിക്കുന്നു, പൈലസിലും കാണിക്കുന്നു. മനസ്സിലായല്ലോ? വീണ്ടും ഞാൻ പറയേണ്ട കാര്യമില്ല, എന്നാലും പറയാം. In pinus, it's a root contains certain fungal association called mycorrhiza. There is symbiotic association. Also in cycas, certain negatively geotropic root grow above the soil level, which appear like a coral. This is called coral root, which contain a blue green algal symbiotic association, such as എന്ത് സ്ഥിരം പരീക്ഷ പോയില്ല. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റ് ആണ് അതിനെടുത്ത് പറയുന്നത്. അടുത്ത പോയിന്റ് what are xerophytic plants? xerophytic plants ചേർത്തുണ്ട്, ഹൈഡ്രോഫൈറ്റ് ചേർത്തുണ്ട്. വെള്ളത്തിൽ കിടക്കുന്ന ചെടികളാണ് ഹൈഡ്രോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. വാലിസ്നേറിയ, ഹൈഡ്രില്ല, കടലൊക്കെ വെള്ളത്തിലെ ചെടിയുണ്ടല്ലോ. ഈ കരയിൽ വെള്ളം കിട്ടുന്ന ഭാഗത്ത് വളരുന്ന ചെടികൾ നമ്മൾ മീസോഫൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ വാഴ, ചേന, ചേമ്പ്, നിങ്ങൾ കൃഷി ചെയ്യുന്ന എല്ലാ ചെടികളും നല്ല മീസോഫൈറ്റുകൾ. അത് വെള്ളം വേണം എന്നിരിക്കണം. എന്നാൽ വെള്ളമില്ലാത്ത ഭാഗത്ത് വസിക്കാനുള്ള ചില ചെടികളുണ്ട്. അതായത് കള്ളിമുൾച്ചെടി അല്ലേ, അങ്ങനെയുള്ള ചെടികൾക്കാണ് സീറോഫൈറ്റിക് പ്ലാന്റ്സ്, ഡെസേർട്ട് പ്ലാന്റ്സ്. സിറിക് കണ്ടീഷൻ, സിറിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ട് എന്നാണ്. അങ്ങനെയുള്ള ചെടികളാണ് സീറോഫൈറ്റിക് പ്ലാന്റ്സ്. പൊതുവെ അതൊരു പ്രത്യേക അഡാപ്റ്റേഷൻ ആണ്. കള്ളിമുൾച്ചെടിക്ക് എന്തൊക്കെ അഡാപ്റ്റേഷൻ ഉള്ളത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുകൂലനങ്ങൾ, ഇലയില്ല, സ്റ്റെമ്മ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നു, വിശാലമായ വേരാണ്, കട്ടിയുള്ള ഒരു ക്യൂട്ടിക്കൾ അതിന്റെ പുറത്തുണ്ട്, മെഴുകുപോലെ പദാർത്ഥം, വെള്ള സ്റ്റോറിയുള്ള കഴിവുണ്ട്. ഇതൊക്കെയുള്ള ഒട്ടാത്ത അനുകൂലങ്ങൾ. മരുഭൂമിയിൽ ഒട്ടകം, പശുവിനെ കൊണ്ട് ഒട്ടകം പശു മരുഭൂമി ജീവിക്കുമോ? ഇത് ചത്തു. പക്ഷെ ഒട്ടകങ്ങൾ ജീവിക്കും. മാസങ്ങളോളം വെള്ളം കുടിക്കാൻ ജീവിക്കാൻ കഴിവുണ്ട്. ഇനി ഒരിക്കൽ വെള്ളം കുടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് 50 ലിറ്റർ വെള്ളം കുടിക്കും. 50 ലിറ്റർ എന്ന് പറഞ്ഞാൽ റോഡിൽ കഴിക്കുന്ന വീപ്പുണ്ട്, ടാർ വീപ്പം. അതുപോലെ ഇത്ര പൊക്കം, ഇത്ര വെള്ളമുള്ളത്, അത്ര വെള്ളം ഒറ്റ അടിക്കും കുടിക്കും. അപ്പൊ നിങ്ങൾ 50 ലിറ്റർ വെള്ളം കുടിച്ചാൽ അന്നത്തെ മൂത്രമൊഴിക്കൂടെ ഒന്നുമില്ല. 50 ലിറ്റർ വെള്ളം കുടിച്ചാൽ ഒട്ടകം ഒരു ദിവസം 1/2 ലിറ്റർ മാത്രമേ മൂത്രമൊഴിക്കൂ. ബാക്കി സ്റ്റോറി വെച്ച് മനസ്സിലായി. ഫുഡ് കിട്ടുവാണെങ്കിൽ ഒരുപാട് കഴിച്ചതിന് മുതുകത്തിന് ഹമ്പ്. ഒട്ടത്തിന് മുതു കണ്ടിട്ടില്ലേ? മൃദുഭാവം. ഇതാണ് ഹമ്പ്.
ഇവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഒരുപാട് ഫുഡ് കിട്ടുവാണെങ്കിൽ ഹമ്പ് ഇങ്ങനെ വെള്ളമായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം പട്ടിണി ഇടാനനുസരിച്ച് ഹമ്പ് ഇങ്ങനെ ചെറുതായി എന്ന് വെച്ചാൽ അവിടെ കൊഴുപ്പ് ഉപയോഗിക്കുകയാണ്. കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യുക, ഫുഡ് അതുപോലെയല്ല. ഇറ്റ് വിൽ സ്റ്റോർ ആസ് ഫാറ്റ്. ദെൻ ആഫ്റ്റർ ഈച്ച് ഡേ ഇറ്റ് വിൽ യൂസ്. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പട്ടിണി കിടത്താൻ വലിയ മതിയല്ലേ? അത് നിങ്ങൾ ശരീരത്തിലെ കൊഴുപ്പ് നിങ്ങൾ ശരീരം തിരിച്ചെടുക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് കഴിക്കണേ വണ്ണം വെച്ചെടുത്തില്ല, കാരണം കൊഴുപ്പോട് സ്റ്റോർ ചെയ്യുന്നുണ്ടാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളിപ്പോൾ ഒരു വിമാനാവളത്തിന്റെ ദ്വീപിലാണ് വീണ് ഭക്ഷണം കിട്ടാതെ ഒരാഴ്ച നിങ്ങൾ ചാവത്തില്ല. കാണുന്ന ശരീരത്തിലുള്ള കൊഴുപ്പെല്ലാം നിങ്ങൾ ശരീരം ഉപയോഗിച്ച് നിങ്ങൾ നിലനിർത്തുന്നു. അവസാനം കൊഴുപ്പെല്ലാം തീർന്ന് പട്ടിണി ചത്തു. ഇതുപോലെ വ്യക്തി ജീവിക്കാൻ അഡാപ്റ്റേഷൻ ആണ്. സോ വാട്ടർ അഡാപ്റ്റേഷൻ. 50 ലിറ്റർ വെള്ളം കുടിക്കുന്നു, പഠിക്കാതെ ജസ്റ്റ് പറയാണ്. 1/2 ലിറ്റർ മൂത്ത് കഴിക്കുന്നതോട് ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഹമ്പിൽ സംഭരിച്ചു വയ്ക്കും. പിന്നെ കാഷ്ടം എന്ന് വെച്ചാൽ പാറ കല്ല് വന്നിരിക്കും. ഇതൊക്കെ എടുത്താണ് അറേബ്യയിലൊക്കെ വാങ്ങറിയുന്നതെന്ന് കിട്ടും. അത്രയ്ക്കാണ് ഇതിന്റെ കാഷ്ടം. ഒട്ടും വെള്ളം കളയരുത്, സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളാണ് നിങ്ങളുടെ ചെടികളാണെന്ന് വിളിക്കാം സീറോ ഫൈറ്റ് പ്ലാന്റ്സ് എന്ന് വിളിക്കാം. സീറോ ഫൈറ്റ് പ്ലാന്റ്സ്. ഈ ജിംനോസ്പോമുകളെല്ലാം സീറോ ഫൈറ്റുകളാണ്. ഇവിടെ നിങ്ങൾ നട്ടുവെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കുമെങ്കിലും അവർക്ക് വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ചെടികൾ. കാരണം അവർക്ക് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാം? ഒന്ന്, നീഡിൽ ലൈക്ക് ലീഫ്. സൂചി പോലത്തെ ഇല. നിങ്ങൾ ആ പൈനസിന്റെ മരം കണ്ടില്ലേ? അതിന്റെ ഇല കണ്ടു? കാറ്റാടി മരം പോലെ ഇരിക്കുന്നത്. നീഡിൽ പോലെ ഇലയാൻ പറഞ്ഞ നേട്ടം അറിയാമോ? വെയിലടിച്ചാലും ചില ആവിയെ പറഞ്ഞു പോകത്തില്ല. ഒന്ന് 2 പേപ്പർ എടുത്ത് നനയ്ക്കുന്നു ഒരേപോലെ. എന്നിട്ട് ഒന്ന് ചുരുട്ടി കുഴലുപോലാകുന്നു, ഒന്ന് പരത്തി വെക്കും. 2 കൊണ്ട് വെയിലത്തിട്ടാണ്. ഏതാണ് ആദ്യം ഉണങ്ങുന്നത്? പരത്തിയിട്ടതല്ലേ? നിങ്ങൾ തുണി കഴിയും ഉണക്കിടുന്ന ചുരുട്ടി ഉണങ്ങുന്നത് വിടർത്തിയാണ് ഇടുന്നത്. വിടർത്തിയിട്ടാൽ പെട്ടെന്ന് ഉണങ്ങും. ചുട്ടുകൂട്ടിയിട്ടാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല. അപ്പൊ വിസ്താരം സർഫസ് ഏരിയ കൂടുന്തോറും ജലനഷ്ടം കൂടും. അപ്പൊ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇല ഇതുപോലെ നീടിക്കുന്ന പോലെ മനസ്സിലാക്കാം. 2, കൂട്ടിട്ടു. അങ്ങനെ കൂട്ടുകളെന്ന് പറഞ്ഞാല് ഇലയുടെ പുറത്തൊരു മെഴുകു പോലൊരു കവർ. ചേമ്പിന്റെ ഇല വെള്ളം ഒഴിച്ചാൽ നനയുന്നില്ല. കാര്യം അതിന്റെ പുറത്തൊരു വാക്സി കവറുണ്ട്, വാക്സ്. അതിനെയാണ് ക്യൂട്ടിക്കൽ എന്ന് വിളിക്കുന്നത്. ഭയങ്കര കട്ടിയുള്ളതാണ്. ചേമ്പിന്റെ ഇലയൊക്കെ നല്ല തിക്കാണ്. അതുകൊണ്ടാണ് വെള്ളം ഓടി നടക്കുന്നത്. അതേപോലെ തിക്കി ക്യൂട്ടിക്കുണ്ടാകും. അതാണ് സൺറൈസ് ടൊമാറ്റോ. വാട്ടർ 3 സീറോവൈറ്റ് അഡാപ്റ്റേഷൻ നീഡിലേക്ക് തിക്കി ക്യൂട്ടിക്കൽ സൺറൈസ്. ഈ സൺറൈസ് ടൊമാറ്റോ എന്ന് വെച്ചാൽ എന്താ മനസ്സിലായോ? അത് ഞാൻ പറയാം. ഇത് ഇലയാണ്. ഇല കീറിയപ്പോ അതിങ്ങനെ ഇരിക്കുന്നു പറയാൻ മനസ്സിലാവും. ഇത് ഇലയാണ്. ഇങ്ങനെ കീറി ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നു. ആ പടം വെച്ചിട്ട് അപ്പൊ ഇതിങ്ങനെയായിട്ട് ചില ഓപ്പണിങ്ങുകളാണ്. അതിന് എന്താണ്? ടൊമാറ്റോ. ഇത്ര ഭാഗം വലുതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതിലായിരിക്കും ടൊമാറ്റോ. ഓക്കെ. പക്ഷെ സീറോ ഹൈറ്റ് ആണെങ്കിൽ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഒരു കുഴിക്കുള്ളിലായിരിക്കും. ഇവിടെ ആയിരിക്കും ടൊമാറ്റോ. ഇവിടെ നമുക്ക് ലോങ് അറിയാം. ഈ ടൊമാറ്റോയിലേക്ക് വരാണ് സൺറൈസ് ടൊമാറ്റോ. അപ്പൊ ഈ ടൊമാറ്റോ ഇവിടെ ആണെങ്കിൽ ജലം പെട്ടെന്ന് ആവിയായിട്ട് പോകും. പക്ഷെ കുഴിക്കുള്ളിലാകുമ്പോഴത്തേക്ക് ജലനഷ്ടം കുറഞ്ഞിരിക്കും. കാരണം ഈ പുറത്തേക്ക് വരുന്ന ജലം ഇവിടെ തങ്ങിയിരിക്കും. അപ്പൊ അവിടെ ഇവിടെയുള്ള ജലത്തിന്റെ സാധ്യത ഏകദേശം തുല്യമായതുകൊണ്ട് ജലനഷ്ടം കുറഞ്ഞിരിക്കും. നിങ്ങളൊരു തുണി കഴുകി വെയിലത്ത് കൊണ്ടിട്ടാൽ പെട്ടെന്ന്, കാറ്റത്ത് കൊണ്ടിട്ടാൽ പെട്ടെന്ന്, ഒരു മുറിക്കുള്ളിൽ കൊണ്ടിട്ടാൽ പതുക്കെ ഉണങ്ങുള്ളൂ അല്ലെ? അതേ തുണി നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്തുണ്ടെങ്കിൽ ഉണങ്ങുന്നു. ഫ്രിഡ്ജിൽ ഉണങ്ങുന്നത് ഫ്രിഡ്ജിനകത്ത് തുണിക്കകത്തുള്ള ജലസാന്ദ്രതയ്ക്ക് തുല്യമായിട്ടുള്ള ജലസാന്ദ്രത അന്തരീക്ഷത്തിൽ സീറോ ഹൈറ്റ് ക്യാരക്ടേഴ്സ് അതൊക്കെയാണ് നീഡിലേക്ക് തിരിച്ചു കൊടുത്തത് സംഘർഷം. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് എന്റെ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കാം. ഹൗ ദേ റീപ്രൊഡ്യൂസ് അതിനെ കുറിച്ച് പഠിക്കാം. നോക്കൂ, ഇവയ്ക്ക് ഇത് പൈനസ് എന്നൊരു മരമാണ്. പൈനസ് എന്ന് കാറ്റാടി പോലെ കാണപ്പെടുന്ന ഒരു മരം. കാറ്റാടി ഇൻഡോസോം അല്ലാതെ അൻഡോസോമാണ്. പൈനസ് കാറ്റാടി പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു ബ്രാഞ്ച് ഞാൻ വലുതായിട്ട് എടുക്കുക. ബ്രാഞ്ച് വലുതായിട്ട് ബ്രാഞ്ച് ഇതെല്ലാം വീട്ടിലേക്ക് ലീഫ്. ഇതിനകത്ത് 2 തരത്തിലുള്ള കോണുകൾ ഉണ്ടാവും. 2 type of cones. ചിലത് വലിയ കോണുകളായിരിക്കും,
അത് വലിയ കോണുണ്ട്, ചെറിയ കോണുണ്ട്. വലിയ കോണുകൾ എപ്പോഴും ഫീമെയിൽ കോണുകളായി, ചെറുതെപ്പോഴും മെയിൽ കോൺസ് ആയിരിക്കും. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫ്ലവറിന് പകരം ഉണ്ടാകുന്ന കോണാ നിയമം. ഈ കോണുകളെ കുറിച്ച് കോണിന്റെ ഒക്കെ പടങ്ങൾ കാണുന്നുണ്ടോ? ഫീമെയിൽ കോൺ വലുതായിരിക്കുന്നുണ്ടോ, ചെറിയ കോൺ മെയിൽ കോൺ ആയിരിക്കും. ആദ്യം ഈ മെയിൽ കോൺ ആംഗിൾ ടേക്കിംഗ് എ മെയിൽ കോൺ ഔട്ട് ടു ബി ലൈക്ക് ദിസ്. വളരെ ചെറുതാണ്, ഇങ്ങനെ ഇതാണ് മെയിൽ കോൺ. ഇത് ഞാൻ കീറുകയാണ്, വലുതായിട്ട് വരച്ചിട്ട് കീറുകയാണ്. കീറും പരന്ന നമുക്ക് ഇതിനകത്ത് ഓരോ ഇരയും വിളിക്കുന്ന പേര് മൈക്രോസ്പോറോഫിൽ എന്നാണ്. അതെല്ലാം തന്നെ ഈ രണ്ട് അറകൾ വീതമാണ്, രണ്ടു വശത്തായിട്ട് ഈ രണ്ട് അറകൾ കാണാം. മൈക്രോസ്പോറോഫിൽ ഇത് അതിന്റെ ആക്സിസ് ഓഫ് ദ കോൺ. ആക്സിസ് ഓഫ് ദ കോൺ. ഞാൻ ഇത് ഇത്ര മാത്രം മാറ്റി വരയ്ക്കാൻ പോകുന്നു. ഈ ഒരു റീജിയൻ മാത്രം. അപ്പൊ വാട്ട് ഇസ് എ മെയിൽ കോൺ? ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് മൈക്രോസ്പോറോഫിൽ. ശരിയല്ലേ? ഇത് മാത്രമായിട്ട് മാറ്റി വരയ്ക്കാൻ പോകുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അതിനകത്ത് രണ്ട് അറകളാണ്. അതൊക്കെ ധാരാളം സ്പോർട്സ് ആണ്. കണ്ടില്ലേ? അപ്പൊ ഇതെന്താണ്? ഇത് മൈക്രോസ്പോറോഫിൽ, ഇത് മൈക്രോസ്പോറാഞ്ചിയ, ഇത് മൈക്രോസ്പോർസ്. പക്ഷെ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് ഈ മൈക്രോസ്പോർ ഉണ്ടാകുന്നത്. റിഡക്ഷൻ ഡിവിഷൻ നടന്ന മൈക്രോസ്പോർ അല്ല, N ആയിരിക്കും. പ്ലാന്റ് 2N ആണ്, സ്പോറോഫൈറ്റ്. ഇത് അപ്പൊ ഈ കോണിനകത്തിരിപ്പുണ്ട് ഈ മൈക്രോസ്പോർ. അത് പൊട്ടിയിട്ട് ആര് പുറത്തേക്ക് ആടും? ഈ മൈക്രോസ്പോർസ് പുറത്തേക്ക് എടുത്താൽ ഒരു മൈക്രോസ്പോർ പുറത്തേക്ക് വേണം. ഇതാണ് മൈക്രോസ്പോർ. അതിനകത്ത് രണ്ട് സെല്ലുകൾ കാണും, ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും. ഇത് വലിയ സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ്, ഇത് ചെറിയ സെൽ. ഞാൻ വളരെ മാറ്റി വരയ്ക്കാം. ഇറ്റ് വിൽ ഹാവ് 2 cells. ഇതാണ് മൈക്രോസ്പോർ. ഇത് വലിയ സെല്ലിന്റെ ന്യൂക്ലിയസ്, ഇതിനകത്ത് ചെറിയ സെല്ലുകളാണ്. ഇത് സ്മാൾ സെൽ, ഇത് ബിഗ് സെൽ. അതിനെ ട്യൂബ് സെൽ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിങ്ങനെ പറന്നുപോയി ഈ ഫീമെയിൽ കോണിന്റെ അകത്ത് വീഴുവാണെങ്കിൽ അവിടെ കിടന്ന് ജെർമിനേറ്റ് ചെയ്യും. ഒരു ട്യൂബ് ഇങ്ങനെ ഉണ്ടാവും. അതിനകത്ത് മെയിൽ ഗ്യാമേറ്റ്സും കാണുന്നുണ്ട്. മെയിൽ ഗ്യാമേറ്റ്സ്. ഈ സ്മാൾ സെല്ലാണ് മെയിൽ ഗ്യാമേറ്റായി മാറുന്നത്. അതിന് ജെർമിനേറ്റ് സെൽ എന്നൊക്കെ പഠിക്കും, തൽക്കാലം പഠിക്കണം. അപ്പോ ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മെയിൽ ഗ്യാമേറ്റ് കിട്ടി. ഞാൻ കഥ ഒന്നുകൂടെ പറയുന്നു. എക്സാമ്പിൾ ആയിട്ട് പഠിക്കുകയാണ്. രണ്ടുതരം കോണുകളുണ്ട്. ചെറിയ കോണിനെ മെയിൽ കോണെന്നും വലിയ കോണിനെ ഫീമെയിൽ കോണെന്നും വിളിക്കും. മെയിൽ കോൺ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് മൈക്രോസ്പോറോഫിലാണ്. മൈക്രോസ്പോറോഫിൽ എന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്പോറോഫിൽ എന്നത് പഠിച്ചിട്ടുണ്ട്. റീപ്രൊഡക്റ്റീവ് യൂണിറ്റാണ് സ്പോറോഫിൽ. അതിൽ മെയിൽ കോൺ ആണെന്നകത്ത് കാണുകയാണെങ്കിൽ അതിനെ മൈക്രോസ്പോറോഫിൽ എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് അറകൾ കാണേണ്ടവരാണ് മൈക്രോസ്പോറാഞ്ചിയ. അതിനകത്ത് സ്പോർ ഉണ്ടാകും, മൈക്രോസ്പോർ. പ്രൊഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് സ്പോർ ഉണ്ടാകുന്നത്. സ്പോറുകളെല്ലാം ഹാപ്ലോഡ് ആയിരിക്കും. സ്പോറിനകത്ത് 2 സെല്ല് കാണും. എവിടെയെങ്കിലും വീട് കഴിഞ്ഞാൽ മൈക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ട്യൂബ് ഉണ്ടാകും. ആ ട്യൂബിന്റെ പേര് കോണൻ ട്യൂബ് എന്നാണ്. അതിന് 2 മെയിൽ ഗ്യാമറ്റ് ഉണ്ടാവുകയും ചെയ്യും. എവിടെ വേണ്ടത് ഞാൻ പറഞ്ഞാൽ ഈ ഫീമെയിൽ കോണ്ടാക്ട് കൊണ്ടാലും കിടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്തില്ല. സോ വി ഗോട്ട് വാട്ട് മെയിൽ ഗ്യാമറ്റ് കിട്ടി ഫ്രം ദി മെയിൽ കോൺ. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഓക്കെ, വരച്ചു വെച്ചോണ്ട് പോലെ ഇത്രത്തെ ഡീറ്റെയിൽ സത്യത്തിൽ പഠിക്കാനില്ല. ഇത്രത്തോളം ഡീറ്റെയിൽ പഠിക്കാനുണ്ട്, പക്ഷെ പടങ്ങളൊന്നും പുസ്തകത്തിലൊന്നുമില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പടങ്ങൾ വന്നാൽ മനസ്സിലാക്കി. എൻട്രൻസ് സ്ഥിരം ചോദ്യം വരും. ബോർഡ് എക്സാം അത്ര ചോദ്യം വരാറില്ല. ആ പോറലോഡ് റൂട്ട്, അതുപോലെ മൈക്രോറൈസ, അതുപോലെ സീറോ ഫൈറ്റിക് അറക്കൽ യൂണിവേഴ്സ്, ഇതൊക്കെയാണ് പരീക്ഷ ചോദിച്ചതാണ്. പക്ഷെ ഇതൊക്കെ പഠിച്ച് തന്നെ പോകണം. നമ്മൾ ഒരു കാരണത്തിൽ വിട്ടുവീഴ്ചയെടുക്കാം. വായിക്കാമല്ലോ, വരച്ചെടുത്തോളൂ. ഇത് വരച്ചുകൊണ്ട് പോയി. ഇനി
ഇവിടെ കിടക്കട്ടെ. ഞാൻ ഈ ഫീമെയിൽ കോണിനെ എടുക്കുകയാണ്. ഫീമെയിൽ കോൺ ഏകദേശം ഇങ്ങനെയൊക്കെ ഞാൻ ആ പടത്തിൽ എഴുതുന്നത് ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഒരു വലിയ സാമ്യം തോന്നുന്നില്ല. പക്ഷെ ഇതാണ് ഫീമെയിൽ കോൺ. ഫീമെയിൽ കോൺ ഇത് കീറിയാൽ ഇതേപോലെ തന്നെ കാണും. ഇതിനകത്ത് ഇതാണ് ആക്സിസ് ഓഫ് ദ കോൺ. ഇത് മെഗാസ്പോറോഫിൽ. നേരത്തെ മൈക്രോസ്പോറിന് പോളങ്കിലി എന്ന് പറയും കേട്ടോ. മൈക്രോസ്പോർ ഇസ് ആൾസോ കോൾഡ് ആസ് പോളങ്കിലി. മൈക്രോസ്പോർ ഇസ് ആൾസോ കോൾഡ് ആസ് പോളങ്കിലി. നേരത്തെ ഇത് കാണിച്ചു. ഓക്കെ. മെഗാസ്പോറോഫില് ഓരോ മെഗാസ്പോറോറിനകത്ത് എന്തുണ്ടായിരിക്കും? മെഗാസ്പോർ. മെഗാസ്പോറോഫിനകത്ത് എന്തുണ്ട്? മെഗാസ്പോർ ഉണ്ട്. അല്ല, മെഗാസ്പോറാഞ്ചി ഉണ്ടല്ലേ? ഓക്കെ, മെഗാസ്പോറാഞ്ചി. ഈ മെഗാസ്പോറാഞ്ചിന്റെ മറ്റു പേരാണ് ഓവ്യൂൾ. കണ്ടോ? ഇവിടെ ഓവ്യൂൾ ഓവറിക്കുള്ളിലാണോ? അല്ല, നേക്കടാണ് അല്ലെ? മെഗാസ്പോറോഫിൽ contains മെഗാസ്പോറാഞ്ചിയം and മെഗാസ്പോറാഞ്ചിയം is called ovule. ഇതിനകത്ത് ഇനി മെഗാസ്പോർ ഉണ്ടാകും. നമ്മൾ പിന്നെ പഠിക്കും. അപ്പൊ മൈക്രോസ്പോർ ഉണ്ടാകുമ്പോൾ മെഗാസ്പോറിന്റെ ഇനി ഉണ്ടാകും, ഇതിനകത്ത് ഉണ്ടാകും. നമ്മൾ പഠിക്കാം. അപ്പോൾ മെഗാസ്പോറോഫിലിനകത്ത് മെഗാസ്പോറാഞ്ചിയം ഉണ്ടാകും. മെഗാസ്പോറാഞ്ചിയം മറ്റു പേരാണ് ഓവ്യൂൾ. മെഗാസ്പോറാഞ്ചിയം is also called as ovule. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു മെഗാസ്പോറോഫിൽ ഇങ്ങോട്ട് മാറ്റിയെടുക്കാൻ പോലെ. ഈ മെഗാസ്പോറോഫിലിനെ ഞാൻ ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ പോകും. മാറ്റി വരച്ചു. അത് ഏകദേശം ഇങ്ങനെ ഇല പോലൊക്കെ ഇരിക്കും കേട്ടോ. നിങ്ങൾ ആ വീഡിയോ അല്ല ഇത് കാണുന്നുണ്ടല്ലോ. ഇതാണ് മെഗാസ്പോറാഞ്ചിയം. മറ്റേതാണ് ഓവ്യൂൾ. ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതിയുടെ ഭാഗത്തിൽ ശ്രദ്ധയോട് ഇതാണ് മനസ്സിലാക്കുക. ഏതൊക്കെ വായിക്കാം. അതിൽ ഇത്ര ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഓക്കെ, ഒരു മെഗാസ്പോറാഞ്ചിയം കട്ട് ചെയ്ത് നിങ്ങൾ മാറ്റി വെച്ചു. ഇതാണ് ആ മെഗാസ്പോറാഞ്ചിയം. ഇവിടെ ഒരു ഓപ്പണിംഗ് കാണും. ഓസ്റ്റിയോൾ. പഠിച്ചത് കുഴപ്പമില്ല. ഇനി അത് കീറാൻ പോകണം. ഇതിനകത്ത് എന്തെന്ന് അറിയാൻ വേണ്ടി കീറുകയാണെങ്കിൽ ട്യൂബിലൈറ്റിസ്. ഇതിനകത്തൊരു മാസ് ഓഫ് ടിഷ്യൂ ആണ് ആൻഡ് കവേർഡ് ബൈ 2 ലെയർ. ഇതിനെ പൊതിയുന്ന ഒരു ഇരട്ട ഭിത്തിയും കാണും. അതൊരു മാസ് ഓഫ് ടിഷ്യൂ കാണും. ഇരട്ട ഭിത്തി ഇന്റർഗ്യുമെന്റ് എന്നാണ്. ഇന്റർഗ്യുമെന്റ്. അതൊക്കെ മാസ് ഓഫ് ടിഷ്യൂ പേര് ന്യൂസില്ലസ് എന്നാണ്. അത് 2N ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. ഇതാണ് മെഗാസ്പോറാഞ്ചിയം അഥവാ ഓവ്യൂൾ. അതിനകത്തൊരു ദ്വാരം കാണും. ഞാൻ അതിനെ കീറുകയാണ്. അതൊരു മാസ് ഓഫ് ടിഷ്യൂ ആണ്. ആ മാസ് ഓഫ് ടിഷ്യൂവിന്റെ പേരാണ് ന്യൂസില്ലസ്. അതിന്റെ ഓപ്പണിംഗ് കാണും. പിന്നെ ഒരു ഭിത്തി കാണുന്ന പേരാണ് ഇന്റർഗ്യുമെന്റ്. ഈ ന്യൂസില്ലസ് ഒരു ഡിപ്ലോയിഡ് ടിഷ്യൂ ആണ്. ഈ ന്യൂസില്ലസിനകത്ത് ഒരു സെല്ല് സ്പെഷ്യലൈസ് ചെയ്യും. ഈ ഒരു സെല്ല് പേരാണ് മെഗാസ്പോർ മദർ സെൽ. അത് 2N ആവുമല്ലോ അല്ലേ? 2N. ആ സെല്ല് ഇനി റിഡക്ഷൻ ഡിവിഷൻ വിധേയമാകും. RD. എത്ര സെൽ ഉണ്ടാകും? 4 സെൽ ഉണ്ടാകും. 1, 2, 3, 4. അപ്പൊ ആ സെല്ലുകളെല്ലാം എന്തായിരിക്കും?
ഹാപ്ലോയിഡ് ആയിരിക്കും. ശരിയല്ലേ? ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഓവുകൾ കീറിയാൽ അതിനകത്ത് ഒരു മാസ് ഓഫ് ടിഷ്യൂ ആയിരിക്കും ന്യൂസില്ലസ്. ആ ന്യൂസില്ലസിലെ ഒരു സെല്ലിനാണ് മെഗാസ്പോർ മദർ സെൽ. അത് റിഡക്ഷൻ ഡിവിഷൻ വിധേയമായിട്ട് 4 സെൽ ഉണ്ടാകും. 4 സെല്ലും ഹാപ്ലോയിഡ് ആയിരിക്കും. അടുത്ത ഘട്ടത്തിൽ അതിൽ ഒരു സെല്ല് നിലനിൽക്കും, ബാക്കി 3 സെല്ലുകൾ നശിച്ചു. ഈ സെൽ എന്താണ്? NLA അല്ലേ? ദാറ്റ് സെൽ. ഇപ്പൊ ഈ സെൽ എവിടെ ഇരിക്കുന്നത്? ഇതിനകത്തായിരിക്കുന്നത് അല്ലെ? അത് വീണ്ടും വീണ്ടും വരയ്ക്കുന്നില്ല. ഈ സെല്ല് അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് മാസ് ഓഫ് ടിഷ്യൂ ആകും. ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് ടിഷ്യൂ ആകും. അപ്പൊ അതിനെ പൊതിഞ്ഞുകൊണ്ട് കാണുന്ന ഈ സെല്ല് ഏതാ? ഈ ടിഷ്യൂസ് ഏതാ? ഇത് ന്യൂസില്ലസാ. ഇതെവിടെ ഇരിക്കുന്നു? ഓൾഡകത്തിരിക്കുന്നു. മനസ്സിലായോ? ഈ സെല്ല് ഞാൻ ഇവിടെ വരച്ചെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇവിടെ തന്നെ മാറ്റത്തിന് വിധേയമാകുന്നത്. 4 സെല്ലാവുന്ന 3 നശിച്ചു നിലനിൽക്കുന്നു. ആ സെല്ല് എന്നായിരിക്കും? ആ സെല്ലിന് ഡിവൈഡ് മാസ് ഓഫ് ടിഷ്യൂ ആകും. അപ്പൊ ഈ ടിഷ്യൂ ആരാണ്? ഇപ്പൊ ഉണ്ട ടിഷ്യൂ ആണ് എന്ത്? എൻഡോസ്പോം. അത് ഹാപ്ലോയിഡ് ആയിരിക്കും. ശരിയല്ലേ? It is also called as megaspore. അതിനാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? മെഗാസ്പോർ എന്ന് വിളിക്കേണ്ടത്. ഓക്കെ, മെഗാസ്പോർ. അപ്പോ അതിന് പുറമെ ഇതെന്തായിരിക്കും? ന്യൂസിലസ് ആയിരിക്കും. ഇതെന്തായിരിക്കും? ഇന്റഗ്മെന്റ് ആയിരിക്കും. മനസ്സിലായോ? പറയാം. Female cone is a collection of megaspora which contain megasporangium of the ovule. When we take the cross section of megasporangium, it contains a mass of different tissue called nucellus. One of the cell enlarged is called megaspore mother cell. It is a diploid tissue. It undergoes reduction division producing 4 cells, in which 3 cells undergo degeneration and 1 cell exists. That cell divided into a mass of tissue called endosperm. It is also called as megaspore. It is haploid in nature. ശരിയല്ലേ? മനസ്സിലായത്? അപ്പൊ എൻഡോസ്പോമിന് പൊതുവെ ഈ ടിഷ്യൂ ഏതായിരിക്കും? അതാണ് ഈ ടിഷ്യൂ. ഇതിനകത്തന്നെ നിർണ്ണയം. ഇതിന്റെ പേര് അവിടെയുണ്ട്. ഈ എൻഡോസ്പോം എന്ന് പറയുന്ന മെഗാസ്പോറിനകത്ത് പിന്നീട് 1-2 ആർക്കിഗോണിയം ഉണ്ടാവും. 1 or 2 ആർക്കിഗോണിയം ഈസ് പ്രൊഡ്യൂസ്ഡ്. ആർക്കിഗോണിയം ഇങ്ങനെ ആയിരിക്കും. അതിനകത്ത് എഗ്ഗ് കാണും. ആർക്കിഗോണിയത്തിനകത്ത് എഗ്ഗ് കാണും. മനസ്സിലായിരുന്നു? എത്ര ആർക്കിഗോണിയുണ്ട്? 2 ആർക്കിഗോണിയുണ്ട്. അപ്പൊ ഇവിടെയാണില്ല മെയിൽ പോളൻ ഗ്രെയിൻ എന്ന് വിളിച്ച മൈക്രോസ്പോർ ഒന്ന് വീഴുന്ന ഇവിടെയാണ്. ഇവിടെ മൈക്രോസ്പോർ ഒന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിളിച്ചൊരു ട്യൂബ് താഴേക്ക് വീഴുന്നത് 2 മെയിൽ ഗ്യാമറ്റുകളാണെന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ. അപ്പൊ ആര് തന്നെ ഫീസ് ചെയ്യും? ഈ മെയിൽ ഗ്യാമറ്റും എഗ്ഗ് തന്നെ ഫീസ് ചെയ്യും. ഓക്കെ. അപ്പൊ ആഫ്റ്റർ പോളിനേഷൻ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം മെയിൽ കോൺ ഇൻ ടു ദ ഫീമെയിൽ കോൺ ഇസ് കാൾഡ് പോളിനേഷൻ. കാരണം കാറ്റത്ത് പറന്നു വരും. കാലത്ത് വന്നു തന്നെ ഈ മെയിൽ കോൺ എല്ലാം കൂടെ പൊട്ടി ധാരാളം പോളൻ ഗ്രെയിൻസ് അഥവാ മൈക്രോസ്പോർസ് പറന്നു പോകും. ആ മൈക്രോസ്പോർ വന്ന് ഇതിന്റെ ഇടയ്ക്കൊക്കെ വീഴും. ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്. അവിടെ വീണ അവിടെ കിടന്ന് ജെർമിനേറ്റ് ചെയ്തായിട്ട് ട്യൂബ് വരും. അതിനകത്ത് എന്തുണ്ട്? മെയിൽ ഗ്യാമറ്റ്. ഇവിടെ നേരത്തെ പറഞ്ഞാൽ ആ മെയിൽ ഗ്യാമറ്റ് ഇതും കൂടെ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. സോ ഇവിടെ ആർക്കിയുടെ എഗ്ഗും പ്ലസ് മെയിൽ ഗ്യാമറ്റ് എന്തായി മാറും? രണ്ടുകൂടെ ഫ്യൂസ് ചെയ്യുന്നുണ്ടാവും സൈഗോട്ട്. സൈഗോട്ടിൽ നിന്നുണ്ടാവും എംബ്രിയോ ആയി മാറും. അപ്പോഴേക്ക് ഇത്ര ഭാഗം സീഡായിട്ട് മാറും. ഈ ഭാഗം സീഡ് കട്ടിയുള്ള കവറല്ലേ, അത് സീഡായിട്ട് മാറും. സീഡിനകത്ത് എന്തുണ്ട്? എംബ്രിയോ ഉണ്ട്. ഇതല്ലേ ഒരു സീഡ് എന്ന് പറയുന്നത്. അവിടെ സീഡ് എന്ന് പറയുന്നത് എന്താണ്? സീഡ് കണ്ടെയ്നർ, സീഡ് ആൻഡ് എംബ്രിയോ. ഇത് സീഡായിട്ട് ഇത്രയും കാലം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു സീഡായിട്ട് മാറും. അതിനകത്ത് ആര് കാണും? എംബ്രിയോ ആണ്. അപ്പൊ ഈ സീഡ് നേക്കഡ് ആണ്, എക്സ്പോസ്ഡ് ആണോ? സീഡ് നേക്കഡ് ആണ്. ഫ്രൂട്ടില്ല, ഒരു സീഡ്. മനസ്സിലായി? ഇങ്ങനെ സീഡ് ഉണ്ടാകും. ഞാൻ ഈ ഭാഗം നിങ്ങൾക്ക് മത്സരത്തിൽ ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഒരു ഓവെടുത്ത് കീറിയാൽ അതിന്റെ മാസ് ഓഫ് ടിഷ്യൂ ആണ്. അതിന്റെ പേര് ന്യൂസില്ലസ്. അതുപോലെ ഒരു സെല്ലിനെ വിളിക്കാണ് മെഗാസ്പോർ മദർ സെൽ. അത് ഡിപ്ലോയിഡ് ആയിരിക്കും. ന്യൂസില്ലസ് ഡിപ്ലോയിഡ് ആണ്. ആ സെല്ല് റിഡക്ഷൻ ടിഷ്യൂ വിധേയമാകുമ്പോൾ 4 സെൽ ഉണ്ടാകും. അതെല്ലാം ഹാപ്ലോയിഡ് ആയിരിക്കും. അല്ലെ 3 സെല്ല് നശിവും 1 സെല്ല് നിലനിൽക്കും. അല്ലേ? ആ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് മാസ് ഓഫ് ടിഷ്യൂ ഉണ്ടാകും. അതിനെ വിളിക്കുകയാണ് എൻഡോസ്പോം അഥവാ മെഗാസ്പോർ. ഈ എൻഡോസ്പോം ആണ് നമുക്ക് ഫീമെയിൽ ഗ്യാമറ്റ് ആയി അടങ്ങിയിരിക്കുന്ന ആർക്കിഗോണിയത്തിനെ തന്നിരിക്കുന്നത്. അല്ലേ? അത് എൻഡോസ്പോമിനെ നമ്മൾ ഫീമെയിൽ ഗ്യാമറ്റ് ഓഫ് എന്ന് വിളിക്കും.
Endosperm is also called as female gametophyte. ഓക്കെ, എൻഡോസ്പോമിന്റെ പേര് പുസ്തകത്തിൽ തന്നില്ല, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉള്ളൂ. പക്ഷെ ഞാൻ പറയുകയാണ് എൻഡോസ്പോം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് or endosperm is also called as mecasperm. സോ അവിടെ ഒന്ന് രണ്ട് ആർക്കിഗോണി ഉണ്ട്. ആർക്കിഗോണിക്കകത്ത് എഗ്ഗിരിപ്പുണ്ട്. പോളങ്ങൾ ഇവിടെ വീണ് കഴിഞ്ഞാൽ ജർമ്മേറ്റ് അടുത്തടുത്ത് വരും. അടുത്തടുത്ത് വരുമ്പോൾ അതുകൊണ്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, ഫിക്സ് കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഇതിനകത്തായിരിക്കുന്നു, ആർക്കിഗോണിയിലായിരിക്കുന്നു. സൈഗോട്ട് എംബ്രിയോ മാറുമ്പോൾ ഇതെന്താവും, സീഡായി മാറുകയും ചെയ്യും. ഓക്കെ, ഒരു കാര്യം ഇവിടെ എത്ര ആർക്കിഗോണി ഉണ്ട്? 2, ചിലപ്പോൾ 3 കണ്ടെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര എംബ്രിയോ ഉണ്ടാവും? 3 എംബ്രിയോ ഉണ്ടാവും. 2 ആർക്കിഗോണി 2 എംബ്രിയോ ഉണ്ടാവും. 3 ആർക്കിഗോണി ഉണ്ടെങ്കിൽ 3 എംബ്രിയോ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ജിംനോസ്പേമിന്റെ സീഡിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണുന്ന ഒരു സ്വഭാവമാണ്. The presence of more than one embryo in a seed of gymnosperm, that is called polyembryony. What is polyembryony? The nature of presence of more than one embryo in a single seed is called polyembryony. It is common in gymnosperm. പിന്നെ ആൻജിയോസ്പേമിൽ നാരങ്ങ, ഓറഞ്ച് ഇന്നതൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ പിന്നെ അടുത്ത വർഷം പഠിക്കും. അപ്പോൾ ഇസ് കാൾഡ് polyembryony. What is polyembryony? Presence of more than one embryo in a single seed. എന്താ അതിന് കാരണം? ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ആർക്കിഗോണി ഉണ്ടാവും. ആർക്കിഗോണിക്കകത്ത് ഒന്നിൽ കൂടുതൽ ഓരോ ആർക്കിഗോണിനും ഒരു എഗ് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും 2 ആർക്കിഗോണി ഉണ്ടെങ്കിൽ 2 എഗ് ഉണ്ടാവും. 2 എംബ്രിയോ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് മനസ്സിലായി. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എക്സ്പ്രഷൻ വരുമ്പോൾ പറഞ്ഞുതരാം. ഈ ഭാഗത്ത് മനസ്സിലാക്കിയ ബുദ്ധിമുട്ടാണ്, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്ന് ഞാൻ പറയുന്നത്. ഡിസ്കഷൻ വരുമ്പോൾ ഒന്നുകൂടെ പറയുകയും ചെയ്യാം. ഇത്രേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കത്തില്ല, എൻട്രൻസിന് സ്വീകരിക്കാൻ ചോദിക്കത്തില്ല. ഓക്കെ, ഡിസ്കഷൻ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും.